തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ 40-ാമത്തെ പഠന ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് രാത്രി പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത് 10-ാം അധ്യായത്തിൻ്റെ 21 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിപ്പാനായിട്ട് ഇടയാക്കുന്നത്. തുടർന്ന് 22 മുതലുള്ള വാക്യങ്ങളെ വായിച്ച് ധ്യാനിക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. അനന്തരം യെരൂശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദൈവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക എന്ന് അവനോട് പറഞ്ഞു. കർത്താവ് അവരോട് സംസാരിക്കുന്നത് വഴിയും സത്യം ജീവനുമാണ് ക്രിസ്തുവിനെ കുറിച്ചും പിതാവും പുത്രനും തമ്മിലുള്ള വലിയ ബന്ധത്തെക്കുറിച്ചുമാണ് യേശു ക്രിസ്തു അവിടെ വെളിപ്പെടുത്തി. ഇടയനോടുള്ള ബന്ധത്തിൽ, ആളുകളോടുള്ള ബന്ധത്തിൽ മനുഷ്യവംശത്തെ ഒന്നാക്കി കണ്ടുകൊണ്ട് യഹൂദൻ മാത്രമല്ല, ദൂരസ്ഥരായിരിക്കുന്ന ജാതികളെയും ഒന്നായി ചേർത്ത് തൻ്റെ കൈക്കീഴിൽ കൊണ്ടുവരുവാൻ, തൻ്റെ കയ്യിൽ അവരെ അധികാരത്തിൽ കൊണ്ടുവരുവാൻ, സാത്താൻ്റെ അധികാരത്തിൽ നിന്നവരെ വേർതിരിച്ച് വെളിച്ചത്തിൻ്റെ മക്കളാക്കി തീർക്കുവാനാണ് യേശു ലോകത്തിൽ വെളിച്ചമായി വന്നത്. അതേക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കർത്താവ് അവരോട് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞ വചനങ്ങൾ അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയാതായിപ്പോയി. യേശു മരിക്കുമെന്നും അവൻ തൻ്റെ ജീവനെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്കതങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകാൻ കഴിയാത്തവന്നു. അതുകൊണ്ട് അവർ തമ്മിൽ ഭിന്നതയുണ്ടായി. ഇങ്ങനെ പല പ്രാവശ്യങ്ങളിൽ യഹൂദന്മാരുടെ ഇടയിൽ ഭിന്നത ക്രിസ്തുവിനെ കുറിച്ച് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ദൈവവചനം വായിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ആ ജീവിത കാലയളവിൽ ഏറ്റവും വലിയ സംസാര വിഷയമായി മാറിയത് യേശുവായിരുന്നു. അവർക്ക് യഹൂദന്മാർക്ക് പ്രത്യേകിച്ച് മത അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള എല്ലാവരുടെയും പ്രധാന ഒരു നോട്ടപ്പുള്ളിയായി യേശു ആ കാലം കൊണ്ട് മാറുവാട്ടിടയാത്തവന്നു. 30 വയസ്സ് വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്ന് പൊതുവായിട്ടുള്ള ശുശ്രൂഷകൾ പങ്കെടുത്ത് മടങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട ശേഷമായി ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു അഭിഷേകം പ്രാപിച്ചതോടുകൂടി പഴയ നിയമത്തിൽ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വചനത്തിൻ്റെ നിവൃത്തി എണ്ണമായി യേശു തൻ്റെ ശുശ്രൂഷയുടെ പൂർണ്ണതയിലേക്ക്, തികവിലേക്ക് നടത്തപ്പെട്ടു എന്നാണ് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. യെശയ്യാവിൻ്റെ 61-ാം അധ്യായത്തിൽ എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യഹോവയെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറി കിട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും. അപ്പം ഈ യഹോവയുടെ പ്രസാദ വർഷം അറിയിച്ച് രോഗികളെ സൗഖ്യമാക്കി, തകർന്നിരിക്കുന്നവരുടെ മുറിവ് കെട്ടി, ദൈവത്തിൻ്റെ രാജ്യം, തൻ്റെ സുവിശേഷം, സത്വർത്തമാനം ഘോഷിച്ചുകൊണ്ട് യേശു 3.5 വർഷം ഇസ്രായേലിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിപ്പാൻ കഴിയാത്തവന്നു. അപ്പോൾ ഈ യെശയ്യാവിൻ്റെ പ്രവചനത്തെ അടിസ്ഥാനമാക്കി കർത്താവ് ചെയ്ത ശുശ്രൂഷകളാണ് അവിടെ അനുദിനം യഹൂദന്മാർ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവർക്കതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോയി. യേശു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിച്ചു. കർത്താവ് തന്നെ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവൻ യോഹന്നാൻ സ്നാപകന് സംശയം തോന്നിയപ്പോൾ പറഞ്ഞു, നീ സംശയിക്കുന്നത് എന്തിനാണ്? നീ ഇടർച്ചയായി പോകുന്നത് എന്തിനാണ്? പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനമനുസരിച്ച് കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുന്നു. ഇങ്ങനെ പ്രവചനവാക്യങ്ങളിൽ നീ അവസാന പ്രവാചകനാണ്. നിനക്ക് മുമ്പ് പ്രവചിച്ചിരുന്ന പ്രവാചകന്മാർ എന്നെക്കുറിച്ച് പ്രവചിച്ചു. ദൈവം നിന്നെ നിയോഗിച്ചയച്ചത് എന്നെ സ്നാനപ്പെടുത്തി ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ഹിതപ്രകാരം വേർതിരിക്കുവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ആ അഭിഷേക ശുശ്രൂഷയിലേക്ക് പിതാവാൻ ദൈവം വേർതിരിച്ചെടുത്തു എന്നത് കാണിക്കാൻ വേണ്ടിയാണ് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടത്. അപ്പോൾ
യേശുക്രിസ്തു പറഞ്ഞത്, പ്രവാചകന്മാർ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നിവൃത്തിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാനെന്ന് അവനോട് പറയാൻ മറുപടിയാൻ തീർന്നു. അപ്പോൾ എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിന്മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് കണ്ടുകൊണ്ട് യോഹന്നാൻ, സ്നാപൻ ഉൾപ്പെടെയുള്ളവർ കണ്ടതാണ്. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാൻ, തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ യഹോവയുടെ പ്രസാദ വർഷം. എപ്പോഴാകുന്നു സുപ്രസാദകാലം? എപ്പോഴാകുന്നു പ്രസാദ വർഷം എന്ന് പറഞ്ഞ കൃപായുഗത്തിൻ്റെ ആ ആരംഭത്തിന് വേണ്ടി യേശുക്രിസ്തു വന്നു എന്നുള്ളത് പ്രവചനങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു. അത് ഈ യഹൂദന്മാർക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ അവരോട് അതേക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവർ വളരെയധികം യേശുവിനെ നോക്കുമ്പോൾ, അവൻ്റെ പ്രവൃത്തികൾ കാണുമ്പോൾ, അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധി കാണുമ്പോൾ അവർക്കൊന്നും യേശുവിനെതിരെ പറയാൻ കഴിയത്തില്ല. അവൻ ചെയ്യുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുമ്പോൾ അവർക്കതിനെ ഒന്നിനെ ഖണ്ഡിക്കാൻ കഴിയത്തില്ല. പക്ഷേ എവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത് ചോദിച്ചാൽ, യേശു ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തോട് സമമാക്കി എന്നുള്ള ഒരു വിഷയം വരുമ്പോൾ, അഥവാ ശബത്തിനെ ലംഘിക്കുന്നു, അങ്ങനെ മോശയെ പ്രമാണത്തിൽ പറഞ്ഞിരുന്ന പ്രമാണങ്ങളെ യേശു അതിനെ അംഗീകരിക്കുന്നില്ലയോ, അതിന് എതിരാണോ എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഇവരാകപ്പാടെ ഭിന്നതയ്ക്ക് വരുന്നത്. അപ്പോൾ വിശ്വസിക്കാൻ പറ്റുമോ? ക്രിസ്തുവിൻ്റെ പ്രത്യേക പേഴ്സണൽ വ്യക്തിപരമായ ജീവിതം, അവൻ്റെ ശുശ്രൂഷകൾ, ഇതെല്ലാം നോക്കുമ്പോൾ അവനിൽ ഒരു കുറ്റവും ആർക്കും കണ്ടെത്താൻ കഴിയത്തില്ല. എന്നാൽ അവർ നോക്കിയത്, ഇവൻ മനുഷ്യനായിരിക്കെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് എന്താണ്, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക് അതിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇത് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ കർത്താവ് അവരോട് വീണ്ടും ആഴത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുവാൻ തന്നെ യേശുക്രിസ്തു തീരുമാനിച്ചു. തൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലിയിൽ, തൻ്റെ പഠിപ്പിക്കലുകളിൽ ചിലർ ഭിന്നിച്ചതുകൊണ്ടോ വേർതിരിയുന്നതുകൊണ്ടോ മാറിപ്പോകുന്നത് കൊണ്ടോ യേശു തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചില്ല, തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ചില്ല. ശുശ്രൂഷ കൊടുത്ത അല്ലെങ്കിൽ അഭിഷേകം ചെയ്ത ശുശ്രൂഷയുടെ തികവിലേക്ക് യേശു അനുദിനം മുന്നേറുന്നു എന്നുള്ളതാണ് നാം ഇവിടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണുന്നത്. ഇവർ ഈ അനന്തര യെരൂശലേമിൽ പ്രതിഷ്ഠോത്സവം ആചരിക്കുന്ന സമയമാണ്. പ്രതിഷ്ഠോത്സവത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾക്കുള്ള 66 പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മക്കാബിയർ എന്ന പുസ്തകത്തിൽ അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലാഖിയുടെ പ്രവചനത്തിന് ശേഷമായി പിന്നെ പുതിയ നിയമത്തിലേക്കാണ് യഹൂദന്മാരുടെ ബൈബിൾ, അതുപോലെ തന്നെ യഹൂദന്മാരുടെ പുസ്തകങ്ങളും പുതിയ നിയമസഭ അംഗീകരിച്ചിരിക്കുന്ന പുസ്തകങ്ങളും മക്കാബിയർ ഉൾപ്പെടെയുള്ള 6 പുസ്തകങ്ങളെ നമ്മുടെ പഠനത്തിന് വേണ്ടി എടുത്തിട്ടില്ല. എന്നാൽ അന്ന് നിലനിന്നിരുന്ന ഒരു ഉത്സവം, ഇതൊരിക്കലും മോശയ്ക്ക് ദൈവം കൊടുത്ത ഒരു ഉത്സവമായിരുന്നില്ല. അതിൻ്റെ ചരിത്രം ചുരുക്കമായി നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ വലിയ സ്കോളേഴ്സ് അല്ല, ഇതിനകത്തൊന്നും ആകേണ്ട ആവശ്യമില്ല. എന്നാൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എന്താണ് പ്രതിഷ്ഠോത്സവം, അതാര് എങ്ങനെ സംഭവിച്ചു, എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, എസ്തേറിൻ്റെ പുസ്തകത്തിലും പ്രമാണത്തിൽ പറയാതിരുന്ന കാര്യങ്ങൾ, പൂരീം എന്ന ദിവസങ്ങൾ അന്ന് യഹൂദന്മാർക്ക് വിടുതൽ കിട്ടിയപ്പോൾ അവരത് എല്ലാ വർഷവും ആചരിക്കാൻ തുടങ്ങി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ശീലോവിൽ നൃത്തം ചെയ്യുന്ന ഒരു രീതി, അപ്പോൾ ന്യായപ്രമാണത്തിൽ പറയാത്ത കാര്യങ്ങളെ പിന്നീടുള്ള തുടർന്നുള്ള ജീവിതാനുഭവങ്ങളുടെ ബന്ധത്തിൽ, ആ സന്ദർഭങ്ങളുടെ ബന്ധത്തിൽ ചില ഉത്സവങ്ങൾ ഈ ഇസ്രായേലിനോട് ബന്ധത്തിൽ യഹൂദന്മാരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. അതുപോലെ ഒരു സംഭവമാണ് ഈ പ്രതിഷ്ഠോത്സവം എന്നുള്ളത്. പ്രതിഷ്ഠോത്സവം എന്ന് പറയുമ്പോൾ ഈ ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ പ്രതിഷ്ഠോത്സവം അല്ലെങ്കിൽ ദീപോത്സവം എന്ന് പറയുന്നത്. അത് സിറിയൻ രാജാവായിരിക്കുന്ന അന്തിക്കസ് എപ്പിഫനോസ് യെരുശലേം ദേവാലയം അശുദ്ധമാക്കി. അവരുടെ ചിന്ത ഇന്നത്തെ യവനായ ചിന്തകളുടെ ബന്ധത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായി മനുഷ്യനുള്ള ബന്ധത്തിലാണ് അവർ ചിന്തിച്ചത്. അതുകൊണ്ട് ദേവാലയം ഒന്നുമല്ല എന്നുള്ള രീതിയിൽ അവർ യെരുശലേം ദേവാലയത്തെ അശുദ്ധമാക്കി, അതിനെ അശുദ്ധമാക്കി എന്നുള്ളത് ചരിത്രപരമായ കാര്യമാണ്. അത് കൂടുതൽ അറിയേണ്ടവർ അത് സൈറ്റ് നോക്കി
ഈ വായിച്ച് മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഒരു പഠനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇങ്ങനെ അവൻ അവിശുദ്ധമാക്കിയപ്പോൾ ആ സമയത്ത് യൂത മക്കാബിയൻ ദേവാലയം വീണ്ടെടുത്ത് അതിനെ ശുദ്ധീകരിച്ചു. BC 164 അപ്പോൾ ക്രിസ്തുവിന് ഏകദേശം 164 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഈ യെരുശലേം ദേവാലയം അശുദ്ധമാക്കിയ അന്തിക്കസ് എഫെഫനോസ് എന്ന ആ വ്യക്തി യെരുശലേം ദേവാലയത്തെ ഒന്നുമല്ലാതാക്കി അതിനെ മലിനപ്പെടുത്തി അതിനെ അശുദ്ധമാക്കിയപ്പോൾ യൂത മക്കാബിയസ് എന്ന വ്യക്തിയാണ് ദേവാലയം വീണ്ടെടുത്ത് അത് യുദ്ധത്തോടുള്ള ബന്ധത്തിലാണത് നടന്നത്, ശുദ്ധീകരിച്ചത്. അത് നടന്നത് BC 164 അത് ക്രിസ്ലേവ് മാസം 25 അത് ഏകദേശം ഡിസംബർ മാസം 24 ബന്ധപ്പെട്ടുള്ള തണുപ്പുള്ള സമയത്താണ് സംഭവിച്ചത് എന്നാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത്. ആ ഉത്സവം ഏകദേശം 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. ഇതിനോട് തുലനം ചെയ്ത് പഠിക്കേണ്ടത് ഏകദേശം ഇവർ കൂടാര പെരുന്നാളുള്ള ബന്ധത്തിലുള്ള ഒരു പെരുന്നാൾ പോലെയാണ് ഇവരിത് ആചരിച്ചിരുന്നതാണ് പ്രതിഷ്ഠോത്സവം എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രതിഷ്ഠോത്സവം ആചരിച്ചിരുന്നു. കർത്താവിനെ എതിർക്കാനൊന്നും പോയില്ല. അത് ഈ ദേവാലയത്തെ ശുദ്ധീകരിച്ച് അതിനെ പുനഃപ്രതിഷ്ഠിച്ചതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് അവർ ആചരിക്കുന്ന ഒരു അതാണ് ഈ പ്രതിഷ്ഠോത്സവം. അത് ശീതകാലമായിരുന്നു. അപ്പോൾ അത് ശീതകാലത്താണ് സംഭവിച്ചത്. അതിനോടനുബന്ധമായിട്ടാണ് ഈ പ്രതിഷ്ഠോത്സവം യെരുശലേമിൽ ആചരിച്ചു പോരുന്നതെന്നാണ് ചരിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രതിഷ്ഠോത്സവം ആചരിക്കുമ്പോൾ എല്ലാ ഇസ്രായേലിനും വരണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. മറ്റുള്ള പെരുന്നാളുകൾ പോലെ പെസഹ അങ്ങനെയുള്ള പെരുന്നാളുകൾ പോലെ ഇവർക്ക് എല്ലാ ആൾക്കാരും എത്തിച്ചേരണമെന്നുള്ള നിർബന്ധം ഈ പ്രതിഷ്ഠോത്സവത്തിലില്ല. അത് ആഡിജയൊക്കെ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രമാണങ്ങളായതുകൊണ്ട് അതിനെ ഒരു ഓരോ പുതുക്കലായി അവർ ചെയ്തു പോകുന്നു. അത് ഒരിക്കലും നിഴലായിട്ടുള്ള സംഭവമല്ല. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ പെരുന്നാളുകളും മറ്റെല്ലാ കാര്യങ്ങളും ശബത്ത്, പെസഹ, കൂടാര പെരുന്നാൾ ഇതൊക്കെ നിഴലായിരുന്നത് പൊരുളായി നിവർത്തിയിരിക്കപ്പെടാനുള്ളത്. അതുകൊണ്ടാണ് അതെല്ലാം പ്രാധാന്യതയുള്ളതാണ്. അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം മോശയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രമാണമാണത്. അത് പുതിയ നിയമത്തിൽ അത് വരാനുള്ള സമയത്ത് നിഴലായത് പൊരുളായി തീരാനുള്ളതാണ്. എന്നാൽ ഈ പ്രതിഷ്ഠോത്സവം എന്നുള്ളത് ഒരു സംഭവം അത് ബൈബിളിൻ്റെ അത് അനുസരിച്ച് പഴയ നിയമം അനുസരിച്ച് പുതിയ നിയമത്തിൽ അത് പൊരുളായി തീരാനൊന്നുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായി. അതുകൊണ്ടാണ് ഇതിന് വലിയ പ്രാധാന്യത കൊടുക്കാത്തത്. അതുകൊണ്ടാണ് മക്കാബിയർ എഴുതിയ പുസ്തകങ്ങൾക്കൊന്നും ദൈവമക്കൾ വലിയ പ്രാധാന്യത കൊടുക്കും. എന്നാൽ മോശയ്ക്ക് ദൈവം കൊടുത്ത പ്രമാണത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് നിഴലായിരുന്നു. അത് പൊരുളായി തീരേണ്ടതായതുകൊണ്ടാണ് അതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതിന് പ്രാധാന്യതയുള്ളത്. എന്നാൽ ഇത്തരം ഇങ്ങനെയുള്ള ആചാരങ്ങളെ അത് ഓർക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതൊരിക്കലും ഒരു പ്രമാണമായി അടിച്ചേൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് ചെയ്തേ മതിയാകുള്ളൂ എന്നുള്ള നിർബന്ധം അതിന്മേലില്ലായിരുന്നു. എന്നാൽ ആണ്ടിൽ 3 പ്രാവശ്യം പുരുഷന്മാരെല്ലാം എത്തിച്ചേർന്നുള്ള പെരുന്നാളുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ പ്രതിഷ്ഠോത്സവം അങ്ങനെയല്ലായിരുന്നു. അതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. പ്രതിഷ്ഠോത്സവം എന്നുള്ളത് ഓർമ്മ പുതുക്കലാണ്. അതൊരിക്കലും നേരായ സംഭവമല്ല. അത് പൊരുളായി തീരാനുള്ളതല്ല. എന്നാൽ ദൈവം മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണം രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാം ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിൽ നിവൃത്തിയിരിക്കപ്പെടേണ്ടതാണ്. അത് നിവൃത്തിയിരിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഈ മക്കാബിയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇത്തരം സംഭവങ്ങളെ ദൈവമക്കൾ അത് കാര്യമായി അല്ലെങ്കിൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവർ എടുക്കാത്തതിൻ്റെ കാരണം ഇന്ന് രാത്രി മനസ്സിലാക്കാൻ വിശ്വസിക്കുന്ന കാരണം ഇത് ഒരു ഓർമ്മ പുതുക്കലാണ്. അതൊരിക്കലും അത് പൊരുളായി തീരാനുള്ളതല്ല. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്തിൽ ഈ പുസ്തകങ്ങൾ രേഖപ്പെടുത്താതിരിക്കുന്നത്. എന്നാൽ ഇതിന് വലിയ പ്രാധാന്യത കൊടുത്തുകൊണ്ട് ചിലർ അത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർ ചെയ്തോട്ടെ. അതിൻ്റെ അകത്തൊന്നും ഉള്ളതൊന്നും തന്നെ നമുക്ക് വരാനുള്ള സംഭവത്തോടുള്ള ബന്ധത്തിൽ നിവൃത്തിയിരിക്കപ്പെടാൻ ഉള്ളതല്ലാത്തത് കൊണ്ടാണ് ഇത്തരം 6 പുസ്തകങ്ങളെ പുതിയ നിയമസഭ ഉപയോഗിക്കാത്തത്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പരിജ്ഞാനത്തിൽ അത് ഒഴിവാക്കപ്പെട്ടത്. ഇന്ന് രാത്രി അത് മനസ്സിലാക്കി വിചാരിക്കുന്നു. ഈ പ്രതിഷ്ഠോത്സവത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മക്കാബിയുടെ പുസ്തകം വായിച്ചാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ എന്തുകൊണ്ട് നമുക്കത് ആവശ്യമില്ല എന്നുള്ളത് നാം ചിന്തിക്കുമ്പോൾ അത് ആ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. എന്നാൽ മലാഖയുടെ പ്രവചനം വരെയുള്ളത് നിവൃത്തിയിരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അത് അതിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ വരുമെന്ന് പറഞ്ഞാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ കർത്താവ് ഭയങ്കരമായ ദിവസം വരുന്നതിന് മുമ്പ് ഏലിയാ പ്രവാചകനെ അയക്കും എന്ന് പറഞ്ഞ് ആ പ്രവചനത്തിന് ശേഷമായിട്ട്
അയക്കുന്നതിനെക്കുറിച്ചാണ് പിന്നെ പുതിയ നിയമത്തിൽ നടന്നിരിക്കുന്നത്. ഇതിനിടയിലുള്ള കാര്യങ്ങൾ അജ്ഞാതമായി ഒരു ഇരുണ്ട യുഗമായി കിടക്കുന്നതുകൊണ്ടാണ് അതിന് പ്രാധാന്യമില്ലാത്തത്. അത് നിവൃത്തിയിരിക്കപ്പെടാനുള്ള പ്രവചനം അതല്ലാത്തത് കൊണ്ട്, അത് നിലനില്ലാത്തതുകൊണ്ടാണ് നമുക്ക് പുസ്തകങ്ങൾ ആവശ്യമില്ലാതിരിക്കുന്നത് എന്നുള്ളതും ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കിയെടുക്കുന്നത് നമുക്ക് ഇത് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാറിക്കിട്ടാനായിട്ട് വേണ്ടിയാണ്. ഇപ്പം പ്രതിഷ്ഠോത്സവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, മക്കാബിയുടെ പുസ്തകത്തിൽ അതുണ്ടല്ലോ, അതുകൂടെ നമ്മൾ വായിച്ച് പഠിക്കേണ്ടത്, നമുക്കത് ഗ്രഹിക്കേണ്ടത് അതിൻ്റെ ആവശ്യമില്ല. കാരണം യഹൂദന് പോലും അതൊരു നിർബന്ധമായിട്ടുള്ള പുസ്തകമല്ല, അവരത് ആചരിക്കണമെന്നല്ല. അത് ആചരിക്കണമെന്ന് അത് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് പുസ്തകത്തിൽ അത് രേഖപ്പെടുത്താതിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഒഴിവാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തു അതിൽ നിന്ന് എടുത്ത ഒന്നും തന്നെ ഈ പറയുന്ന 6 പുസ്തകങ്ങളിൽ നിന്ന് ഒരു കാര്യവും യേശു ക്രിസ്തു പ്രസ്താവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പിൽക്കാലത്തുള്ള ദൈവസഭ പരിശുദ്ധന്മാരാൽ ഈ പുസ്തകങ്ങൾ ക്രോഡീകരിച്ചപ്പോൾ ഈ 6 പുസ്തകങ്ങൾ ഒഴിവാക്കി 66 പുസ്തകങ്ങൾ മാത്രമായി നിർത്തിയിരിക്കുന്നത് എന്നുള്ളതും ഇന്ന് രാത്രി നാം ചിന്തിക്കണം. നമുക്ക് കുറവായതുകൊണ്ട് കൂടുതലുള്ളവർ നമ്മളെക്കാൾ നന്നായിട്ടാണ് ജീവിക്കേണ്ടിയിരിക്കുന്നത്. നമുക്കൊക്കെ കുറവാണ് സംബന്ധിച്ചു, 66 പുസ്തകമേ ഉള്ളൂ. നമ്മളെക്കാൾ കൂടുതൽ 72 പുസ്തകങ്ങളുള്ളവർ ഉണ്ട്. പക്ഷെ അവർ നമ്മളെക്കാൾ കൂടുതൽ മാനസാന്തരത്തിൻ്റെ അനുഭവവും അഭിഷേകത്തിൻ്റെ അറിവും യഥാർത്ഥ സത്യത്തിൻ്റെ ഇത് ഗ്രഹിക്കേണ്ടതായിരുന്നല്ലോ. പക്ഷേ അവരൊന്നും യഥാർത്ഥത്തിലേക്ക് വരാതിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളായി തീരുമ്പോൾ നമുക്ക് ഇതെല്ലാം ആവശ്യമുള്ളതെല്ലാം നമ്മുടെ കൈവശമുണ്ട്. അതുകൊണ്ട് നമ്മളെ എത്രത്തോളം ദൈവം പ്രത്യാശയും ധൈര്യവും ദൈവകൃപയും തന്ന് നമ്മളെ നടത്തുന്നതുകൊണ്ട് നാം പാരമ്പര്യങ്ങളുടെ കീഴിലോ നാട്ടുനടപ്പിൻ്റെ പ്രത്യേകതകളുടെ കാര്യങ്ങളിലോ അല്ല നാം ആയിരിക്കുന്നത്, ദൈവകൃപയിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഇരിക്കുന്ന പൂരിയും അതുപോലെ തന്നെ ഈ പറയുന്ന പുസ്തകങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരിക്കലും നിഴലായിട്ടുള്ള കാര്യമല്ല. എന്നാൽ എസ്തേറിൻ്റെ ജീവിതത്തെക്കുറിച്ച് അത് ദൈവത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ആരാധനയുള്ള ബന്ധത്തിൽ മറ്റാരുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു മൊർദെഖായി വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ് അവിടെ ആ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ആവശ്യമാണ്. ആ സമയത്ത് ഒരു കോംപ്രമൈസും ചെയ്യാതെ എന്തു വന്നാലും ദൈവത്തെ അല്ലാതെ മറ്റാരെയും കുമ്പിട്ട് നമസ്കരിക്കുകയില്ല എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയുള്ളത് കൊണ്ടാണ് മൊർദെഖായിയുടെ പുസ്തകം നമുക്ക് എസ്തേറിൻ്റെ പുസ്തകമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും ഈ രാത്രിയിൽ മനസ്സിലാക്കിയെടുക്കാൻ നന്നായിരിക്കും. ഇവർ യേശുക്രിസ്തു ഈ ശലോമോൻ്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. ശലോമോൻ്റെ മണ്ഡപം എന്ന് പറയുമ്പോൾ യെരൂശലേം ദേവാലയത്തിൻ്റെ ഏറ്റവും കിഴക്ക് വശത്തുള്ള ഔട്ടർ കോട്ടാണ് ശലോമോൻ്റെ മണ്ഡപം എന്നുള്ളത്. അതിലൂടെ കർത്താവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ പ്രതിഷ്ഠോത്സവം അല്ലെങ്കിൽ ദീപോത്സവം എന്നുള്ള പേരിലൊക്കെ ഇത് ആചരിക്കുമ്പോൾ പിന്നെ അതിനുള്ള അപ്പുറം നോക്കുമ്പോൾ ഹെദ്രോൻ താഴ്വരയാണ്. അപ്പോൾ സ്വർണ്ണ ഗോപുരത്തോടുള്ള ബന്ധത്തിലുള്ള ഈ ശലോമോൻ്റെ മണ്ഡപം എന്നുള്ളത് യെരൂശലേം ദേവാലയത്തിൻ്റെ വലതുവശത്തുള്ളതാണ്. കർത്താവ് സാധാരണ സംസാരിക്കുന്നത് ഈ പ്രാകാരമാകുന്ന സ്ഥലത്ത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിൽക്കാവുന്ന ആ പ്രാകാരത്തിൽ നിന്ന് ഭണ്ഡാര സ്ഥലത്ത് വെച്ചാണ് യേശു സംസാരിക്കാറുള്ളത്. അപ്പോൾ ഭണ്ഡാര സ്ഥലത്ത് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള സ്ഥലമാണ്. സ്ത്രീ പുരുഷന്മാർ എല്ലാവരും നിൽക്കുകയും വെളിയിലുള്ളവർക്കും കാണത്തക്ക രീതിയിലുള്ള സ്ഥലത്താണ് കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പ്രതിഷ്ഠോത്സവ സമയത്ത് യേശു ഈ ശലോമോൻ്റെ മണ്ഡപത്തിൻ്റെ അതിലൂടെ അവൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ യേശു നടക്കുന്നത്, യേശുവിൻ്റെ ചലനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരുന്ന യഹൂദന്മാർ യേശുവിൻ്റെ പിന്നാലെ ചെന്നു. എന്നിട്ട് പറയാണ്, അവർ അവനെ വളഞ്ഞു. എന്നിട്ട് പറയാണ്, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക എന്നവനോട് പറഞ്ഞു. ഇത് നമ്മൾ വായിക്കാൻ നമ്മൾ വിചാരിക്കും ഇവർ യേശുവിനെ വിശ്വസിക്കാൻ വേണ്ടിയാണ്. അല്ല, ഇവര് യേശുവിനെ അവിശ്വസിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അവൻ പറഞ്ഞിട്ട് ക്രിസ്തുവാണെന്ന് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിക്കാം. ആ ഒരു ഇതിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ അവൻ്റെ പുറകെ കൂടി, നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു. ഇവിടെ ഒരു ആൾക്കാർ കൂടി ഈ മധുരവർത്താനം എന്ന് പറഞ്ഞാലൊന്നും വീണു പോകല്ലോ. അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ വേറെയാണ്. നമ്മൾ വിചാരിക്കരുത് ഇപ്പോൾ യേശു കഥാ പറഞ്ഞു, കഥാവരോട് പറഞ്ഞു, യേശുവോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കഥ പറഞ്ഞു, ഞാൻ നിങ്ങളോട് എത്ര ആവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിശ്വസിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ വേണ്ടിയൊന്നുമല്ല, എൻ്റെ വായിൽ നിന്നത് കിട്ടി നിങ്ങൾക്ക് എന്നെ പിടിക്കണം. അത് കഥാവിനത് അറിയാം. അതുകൊണ്ട് യേശു എന്ത് ചെയ്യുന്നറിയാമോ, കഥാ സമയമല്ലായിരുന്നു. അതുകൊണ്ട് കഥാവ സമയത്ത് അത് ഡിസ്ക്ലോസ് ചെയ്തില്ല, പറഞ്ഞില്ല. എന്നാൽ ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം 14:61-62
മത്തായി സുവിശേഷം 26, 63 സന്ദർഭങ്ങളിൽ ചോദിക്കുന്ന സമയത്ത് യേശു ഉള്ളത് അതുപോലെ തന്നെ പറഞ്ഞു. കാരണം പ്രധാന ശുശ്രൂഷ അവസാനിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നീട് അതൊരു ദൈവത്തിൻ്റെ നാഴികയായതുകൊണ്ട്, യേശു ക്രിസ്തുവിൻ്റെ പാനപാത്രം കുടിക്കേണ്ട നാഴികയായതുകൊണ്ട്, പിതാവാൻ ദൈവം അനുവദിച്ച സമയമായതുകൊണ്ട് അവർ ചോദിച്ചപ്പോൾ യേശുവിനോട് പറഞ്ഞത് ഞാൻ തന്നെയാകുന്നു എന്നാണ്. മർക്കോസ് 14-ാം അധ്യായം 61, 62 വാക്യങ്ങൾ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് 14-ാം അധ്യായം 61, 62 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത്. ഇവരിങ്ങനെ എന്തുകൊണ്ടാണ് യേശുവിനെ അവിടെ ചോദിച്ചെന്നുള്ളതിൻ്റെ അടക്കം അല്ലെങ്കിൽ അവിടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. 60 മഹാപുരോഹിതൻ നടുവിൽ നിന്നുകൊണ്ട് യേശുവോട് നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്താ എന്ന് ചോദിച്ചു. അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും വരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ വന്ധ്യനായവൻ്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു. ഞാനാകുന്നു. യേശു പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു ഞാനാകുന്നു. അങ്ങനെ പറയാൻ കാരണം എന്താ? തൻ്റെ ശുശ്രൂഷയുടെ സമയമെടുത്തു. താൻ കഷ്ടം സഹിച്ച് മരിക്കാനുള്ള ദിവസമായി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ ആകുന്നു. മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്ത ഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു. അപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്താവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. മരണം ചോദിക്കണമെന്ന് എല്ലാവരും വിധിച്ചു. ഇതാണ്, ഇങ്ങനൊരു വിധി കൽപ്പിക്കണം. യേശുവിൻ്റെ വായിൽ നിന്ന് ഇത് കേട്ടിട്ട് അത് കൽപ്പിക്കാൻ, അത് പറയാൻ വേണ്ടിയാണ് കാത്തിരുന്നത്. നീ ഒന്നും മിണ്ടുന്നില്ലേ, നീ സംസാരിക്കുന്നില്ലേ എന്ന്. അതിൻ്റെ മത്തായി സുവിശേഷത്തിൽ അത് കാണുന്നത്. മത്തായി 26-ാം അധ്യായം 63-ാം വാക്യത്തിൽ ഈ മഹാപുരോഹിതൻ ആണിയിട്ട് ചോദിക്കുന്നതായിട്ടാണ് പറയുന്നത്. 26-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ആണിയിട്ട് ചോദിച്ചു. 26-ാം അധ്യായം 63-ാമത്തെ വാക്യം 62. മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവരോട് നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്തെന്ന് ചോദിച്ചു. യേശു മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണിയിട്ട് ചോദിക്കുന്നത് പറഞ്ഞു. യേശു അവനോട് ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇവൻ ദൈവദോഷം പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അവസാനമായിട്ട് യേശുവിൻ്റെ വായിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് അഫർമേറ്റീവായി ഒരു നിശ്ചയത്തോടുകൂടി പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിക്കാം, അത് ദൈവദൂഷണമായി അവൻ്റെ വായിൽ നിന്നുള്ള വചനമായി കിട്ടണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ഇവനെ കൊല്ലാൻ കഴിയത്തുള്ളൂ. ആ ഒരു മെൻറ്റാലിറ്റിയോട്, ആ ഒരു മനസ്ഥിതിയോട് കൂടിയാണ് യേശുവിനെ വളഞ്ഞവർ ചോദിച്ചത്. അപ്പോൾ അത് മനസ്സിലായി വിചാരിക്കുന്നത് ഇവർ ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടിയല്ല. എന്നാൽ യേശു കണ്ണ് സൗഖ്യമാക്കിയ അന്ധനായിരിക്കുന്ന പിറവിക്കൂടിനോട് കർത്താവ് ദൈവത്തെ വിശ്വസിക്കുന്നത് ചോദിച്ചു. അവൻ പറഞ്ഞു, കർത്താവ് എനിക്ക് അറിയത്തില്ല ആരാണെന്നുള്ളത്. യേശു ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് അവനത് വിശ്വസിച്ചു. ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞു. അങ്ങനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തവർ അത് അംഗീകരിക്കാൻ, അവർക്കത് മനസ്സിലാക്കാൻ അവർ വിശ്വസിച്ചു. അവർക്കൊന്നും അവരുടെ തലയ്ക്കകത്തൊന്നും മറ്റുള്ളതൊന്നും ഇല്ലായിരുന്നു. സാധാരണക്കാരാണ് അവർ. അത് അംഗീകരിച്ചു. ഇന്നും ദൈവിക സത്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ ഈ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. അവരതിനെ എതിർത്തുകൊണ്ടേയിരിക്കും. എന്നാൽ സാധാരണക്കാരായിരിക്കുന്നവർ വചനസത്യമാണ് കേൾക്കുമ്പോൾ അവരതിനെ റിസീവ് ചെയ്യും, അതിനെ അംഗീകരിക്കും. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇവർ യേശുവിനെ വളഞ്ഞ് ചോദിച്ച് നമ്മൾ വിചാരിക്കരുത് കർത്താവ് ഇങ്ങനെ പറഞ്ഞ് ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ എല്ലാം കൂടി യേശു ക്രിസ്തുവാണ്, യഥാർത്ഥമായ ക്രിസ്തു ദൈവത്തിന് പുത്രനാണെന്ന് പറഞ്ഞ് എന്നെ അംഗീകരിക്കും എന്നുള്ള ചിന്തയൊന്നും വെക്കരുത്. അത് കർത്താവ് അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഇങ്ങനെ സ്പഷ്ടമായി പറയാതെ അവൻ അവൻ മർമ്മമായി രഹസ്യമായി കാര്യങ്ങൾ ഇവർ പറയുകയാണ്. നീ ഇങ്ങനെ വളച്ച് ഒടിച്ച് പറയാതെ സ്പഷ്ടമായി പറയാന്ന് പറഞ്ഞു. സ്പഷ്ടമായി പറയാനെടുത്ത് പറയും, സമയത്ത് പറയും, സമയത്തല്ലാത്തടത്ത് പറയത്തില്ല. സ്പഷ്ടമായി പറയാന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു നീ വളച്ചൊടിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് നിന്നെ ഞങ്ങൾക്ക് കുറ്റം ചുമത്താൻ കഴിയത്തില്ല. മനസ്സിലായോ? അത് വെച്ച് ഞങ്ങൾക്ക് നിന്നെ ക്രൂശിക്കാൻ പറ്റത്തില്ല, നിന്നെ കൊല്ലാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. നീ ഒന്ന് സ്പഷ്ടമായിട്ടൊന്ന് പറഞ്ഞേ, അതോടുകൂടി ഞങ്ങൾക്ക് അതാണ് ഇവരുടെ അന്തർഗതം അതായിരുന്നു. അതാണ് നമുക്ക് കർത്താവിൻ്റെ വിസ്താരണ വേലയിൽ ഇത് പറഞ്ഞതോടുകൂടിയാണ് മഹാപുരോഹിതൻ വസ്ത്രം കീറുന്നത്. യേശു ക്രിസ്തുവാണെന്ന്
അവൻ്റെ വായിൽ നിന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ ഇനി നമുക്കൊന്നും കേൾക്കേണ്ട ആവശ്യം, ദൈവദൂഷണം കേൾക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ടാണ് പറഞ്ഞത്, നീ വളച്ചൊടിച്ച് പറയാതെ സ്പഷ്ടമായിട്ടൊന്ന് ക്രിസ്തുവാണെന്ന് എല്ലാവരും കേൾക്കെ പറയാമോ? അങ്ങനെ പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഇവരുടെ കയ്യിലിരിക്കുന്ന ദൈവദോഷം പറയുന്നത് യേശുവിനെ കൊല്ലുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ സമയമാകത്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ വളരെ കൃത്യമായി വ്യക്തമായി വെളിപ്പെടുത്തായിരുന്നത് എന്നുള്ളതും നമുക്കത് ഇപ്പോൾ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ യേശുവോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം ആകുന്നു. അപ്പോൾ പിതാവിൻ്റെ നാമത്തിൽ യേശു തൻ്റെ പ്രവൃത്തി ചെയ്തത്, അതാ പറഞ്ഞു, എൻ്റെ പ്രവൃത്തികൾ പിതാവാം ദൈവത്തിൻ്റെ, എൻ്റെ പ്രവൃത്തി നോക്ക്. ഞാൻ വാക്ക് പറയുന്നതിന് ഞാൻ പറയുന്നത് തന്നെ എൻ്റെ ജീവിതമാണ്. അപ്പോൾ മനം തകർന്നിരിക്കുന്നവരെ മുറിവ് കിട്ടുന്നു, ബദ്ധന്മാരെ വിടിവിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കഥാവ് നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. ഇവിടെ അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് കഥാവ് ഒന്നൊന്നായിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അവരതിനെ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് തുടർന്ന് കാണുന്നത്. അപ്പോൾ കഥാവ് തുടർന്ന് അവരോട് യേശു പറയുകയാണ്, നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ ഉള്ളവരല്ല എങ്കിൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നത്. കഥാവ് നിങ്ങൾ കഥാവ് പറഞ്ഞ് ഇവരോട് പറഞ്ഞല്ലോ, പാപം നിങ്ങളുടെ വാതിക്കൽ നിൽക്കുന്നു, നിങ്ങൾക്ക് ഒഴിവില്ല, നിങ്ങൾ എൻ്റെ പുറകെ പിന്നാലെ കൂടി ഇത് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മാനസാന്തരപ്പെടാൻ കഴിയാത്ത വിധത്തിൽ അവർ പാപത്തിന് അഥവാ അവിശ്വാസത്തിന് സാത്താൻ്റെ ഇഷ്ടത്തിന് അവർ അടിമപ്പെട്ടു പോയി. അവർക്ക് മാനസാന്തരപ്പെടാൻ കഴിയാത്തൊരവസ്ഥയാണ്. കഥാവ് നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ല. കഥാവ് പറഞ്ഞു, ഒരിടയനും ഒരു ആട്ടിൻകൂട്ടമാകും. എനിക്ക് ഈ തൊഴിൽപ്പെടാത്ത വേറെ ആടുകളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ യേശുവിന് ഉണ്ട്. അതോടൊപ്പം തന്നെ ദൂരസ്ഥരായിട്ടുള്ളൊരു വന്നു ചേർന്ന് സഭ ഉണ്ടാകും എന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ സഭയിൽ ഉൾപ്പെടാനുള്ളവരല്ല. ഞാൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുന്ന സമ്പാദിക്കുന്ന സഭയിൽ നിങ്ങൾ കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂട്ടത്തിലുള്ളവരല്ല. നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ല അല്ലാകിയാൽ വിശ്വസിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കുന്നവർ, യേശുവിൽ വിശ്വസിക്കുന്നവരാണ് അവൻ്റെ കൈക്കീഴിലുള്ള ആടുകൾ. നാം ആടുകളെപ്പോലെ തെറ്റി ഉഴന്നു പോയവരായിരുന്നു. എന്നാൽ പത്രോസ് പറയുക, നാം നമ്മുടെ ഇടയവനും സൃഷ്ടാവുമായ ഇടയവെങ്കിലേക്ക് നമ്മൾ എന്തിരിക്കുന്നു? മടങ്ങി വന്നിരിക്കുന്നു. തെറ്റിപ്പോയ മാനവംശത്തിൽ ദൈവത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് ആ സ്നേഹ വിളി നമ്മെ നീതീകരിച്ച് നമ്മളെ ന്യായവിധിയിൽ നിന്ന് മാറ്റി ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്ത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്ന അധികാരത്തിൻ്റെ ക്രിസ്തു അവൻ പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവരുണ്ട്. അത് യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല, ദൂരത്തുള്ള സകല ജാതികളിൽ നിന്നും എന്നെ വിശ്വസിക്കുന്നവർ ഉണ്ട്. എന്നാൽ നിങ്ങൾക്കെന്നെ വിശ്വസിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ വളഞ്ഞുകൂടി എന്നോട് ചോദിക്കുന്ന ചോദ്യമൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ ചോദ്യം ഞാൻ എൻ്റെ വാഗൊണ്ട് സ്പഷ്ടമായി പറഞ്ഞാൽ അത് ആ സമയം തന്നെ അത് മതി. അവനെ വാഗൊണ്ട് സംസാരിച്ചെന്ന് സാക്ഷികളെ വിസ്തരിക്കാതെ യേശുവിനെ ദൈവദൂഷണത്തിൻ്റെ കുറ്റം ചുമത്താമെന്നുള്ളത് മഹാപുരോഹിതൻ കാണിച്ചത് നേരത്തെ ചെയ്യാൻ വേണ്ടിയാണ് ഇവരോട് പണിപ്പെട്ട് നോക്കിയത്. ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ മനുഷ്യരുടെ കയ്യിൽ അകപ്പെട്ടു പോകാൻ പാടില്ല, അവരുടെ തന്ത്രങ്ങളിൽ പെട്ടുപോകാൻ പാടില്ല. പിന്നെ ആ സമയത്തൊക്കെ ദൈവം നമുക്ക് പരിജ്ഞാനം തന്ന് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് സംസാരിക്കാനുള്ള കൃപ നമ്മുടെ മേൽ പകർന്നുകൊള്ളും. കർത്താവ് പറഞ്ഞു, നിങ്ങളൊന്നും ചിന്തിച്ചു വയ്ക്കുമെന്നും വേണ്ട, പറയേണ്ട സമയത്തെല്ലാം പറയാനുള്ളതായ പരിശുദ്ധമാവ് പറഞ്ഞുകൊള്ളും എന്ന് കർത്താവ് തൻ്റെ ആടുകളോടുള്ള ബന്ധത്തിൽ കർത്താവ് നമ്മോട് സംസാരിച്ചിട്ടുമുണ്ട്. ഇപ്പം പറഞ്ഞു, നിങ്ങൾ എൻ്റെ ആടുകളുടെ ശബ്ദം അല്ല, നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ല. ഇപ്പം മത്തായി സുവിശേഷത്തിൽ യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത് വാതിൽ കാവൽക്കാരത്തി പത്രോസിനോട് പറയുന്നത്, നീയും ആ കൂട്ടത്തിലുള്ളവനാ, ഗലീലക്കാരനാ, യേശുവിൻ്റെ കൂട്ടത്തിലുള്ളവനാണെന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് അന്നേരം 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു, ഞാൻ അറിയുന്നില്ല, ഞാൻ ആ കൂട്ടത്തിലുള്ളവനല്ല, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവനാണെന്ന് പറഞ്ഞു. കാരണം നിലനിൽപ്പിൻ്റെ വിഷയം വന്നപ്പോൾ യേശുവിനെ തള്ളിപ്പറയാനായിട്ട് കർത്താവ് അത് പറയേണ്ട സന്ദർഭത്തെക്കുറിച്ച് നമുക്കറിയാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം അവൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ പ്രാണനെ
വെച്ച് കളയും എന്നുള്ള അതിതീക്ഷ്ണമായിരിക്കുന്ന സംസാരം വന്നപ്പോൾ അതാ പറഞ്ഞു, നിനക്ക് എൻ്റെ ഭർക്ക് മരിക്കാനൊന്നും പറ്റത്തില്ല പത്രോസേ. പക്ഷേ ദൈവത്തിനറിയാം, അവനെ ശാസിച്ചില്ലെങ്കിൽ അവൻ യേശുവിന് വേണ്ടി ജീവൻ വെച്ചാൽ വെച്ചു കൊടുക്കും. അത്രമാത്രം സ്നേഹം, കടപ്പാട് യേശുവിന് ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. അവർക്ക് യേശുവിനെ വിട്ടുപിരിയാൻ കഴിയത്തില്ലാത്ത ഒരു സ്നേഹബന്ധമുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ അത്രമാത്രം എനിക്ക് വേണ്ടി തീക്ഷ്ണയോടെ നിൽക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് രാത്രി 3 കോഴി 2 വട്ടം കൂവുമ്പോൾ നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് കർത്താവ് പറഞ്ഞു. കാരണം അവനെ അവിടെ നിന്ന് മാറ്റുന്നില്ല എങ്കിൽ അവൻ മരിക്കും. യേശു അവനെന്ത് ചെയ്യും? മരിക്കാൻ തയ്യാറാകും. അവൻ വാളെടുത്ത് നമുക്കറിയാം, മഹാബലിയുടെ ദാസൻ്റെ ചെവി കട്ട് ചെയ്ത് കളഞ്ഞതാ. അവൻ വാളെടുത്ത് വെട്ടിയതാ. അങ്ങനെ തീർച്ചയോടെ നിൽക്കുന്നതാ. ഇവനെ അതിൽ നിന്ന് ആടുകളുടെ ഇടയനെ വിട്ടും ആടുകൾ ചെതറിപ്പോകണമെന്നുള്ള വചനത്തിൻ്റെ നിവൃത്തീകരണത്തിന് വേണ്ടിയാണ് പത്രോസിനെ ദൈവം അവിടുന്ന് ഓടിച്ചുവിടുവാൻ ഇടയാത്തത്. പറഞ്ഞാൽ ആ ഒരു സന്ദർഭം ഉണ്ടായി. പത്രോസ് അവിടുന്ന് മാറിപ്പോകുന്നതായിട്ട്, കരഞ്ഞു കലങ്ങി കണ്ണുമായി മാറിപ്പോകുന്നതായിട്ട് കാണുന്നു. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അവൻ അന്യപ്പെട്ടു പോരുന്നില്ല. അവൻ യേശുവിൻ്റെ സ്നേഹത്തിലാണ് വസിച്ചത്. അതുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞപ്പോൾ അവൻ ഓടി, അത് കേൾക്കാൻ വേണ്ടി ഓടി. അവിടെ അവൻ്റെ പേടിയെല്ലാം മാറി ഓടുന്നതിനെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവോടുള്ള സ്നേഹമാണത്. സ്നേഹം വരുമ്പോൾ ഭയം മാറിപ്പോകും. അവർ പേടിച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ളത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞ സ്ത്രീകൾ വിശ്വസിക്കത്തക്കവരാണെന്ന് മനസ്സിലാക്കി. യേശു പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തു കഴിഞ്ഞപ്പോൾ ഒരു അതിവേഗത്തെ അങ്ങോട്ട് ഓടി. ഒന്നും ഓർത്തില്ല. യഹൂദനെ ഓർത്തില്ല, പട്ടാളക്കാരെ ഓർത്തില്ല, പിടിക്കുമെന്ന് ഒന്നും വിചാരിച്ചില്ല. അവരങ്ങോട്ട് ഓടി. പക്ഷേ കർത്താവ് പറഞ്ഞ അവിടെ ചെല്ലണമെന്ന് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർക്ക് പ്രത്യക്ഷപ്പെടാറുന്നത്. ഞാൻ അതിലേക്ക് പിന്നീട് നമുക്ക് ആ സഭാഗം പഠിക്കുമ്പോൾ ചിന്തിക്കാൻ സാധിക്കും. നമ്മളൊരിക്കലും ചിന്തിക്കരുത്, പത്രോസ് തള്ളി പറഞ്ഞില്ലേ, യേശു അവനെ ഉപയോഗിച്ചല്ലോ, അതുകൊണ്ട് നമുക്കും തള്ളിപ്പറയാം. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് ആ സമയത്ത് പത്രോസിനെ ദൈവം ആ നിലവാരത്തിൽ അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് പത്രോസ് വേണമെങ്കിൽ പറഞ്ഞ പോലെ തന്നെ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുമായിരുന്നു. അവൻ കൊല്ലപ്പെടുമായിരുന്നു. അവൻ ഈ മഹാപുരോഹിതൻ്റെ ദാസനെ വാളുകൊണ്ട് വെട്ടിയപ്പോൾ ആ സമയത്ത് യേശു അത് സൗഖ്യമാക്കിയത് കൊണ്ടാണ് പത്രോസിനെ അവരൊന്നും ചെയ്യാതിരുന്നത്. അതല്ല, അങ്ങനെ കാത് വെട്ടിമുറുക്കി രക്തം ചിന്തി നിൽക്കുന്ന സമയത്ത് അവർ പട്ടാളക്കാർ വെറുതെ നിൽക്കുമോ? ഇല്ല. യേശു സമയത്ത് ഇടപെട്ടിട്ട് പറഞ്ഞു, 10 ദിവസം പറഞ്ഞു, നീ വാളുറയിലിടാൻ പറഞ്ഞു. വാളെടുക്കുന്ന വാളാൽ മരിക്കുമെന്ന് പറഞ്ഞു. അവൻ്റെ അവിടെ പത്രോസിനാൽ ഉണ്ടായ ആ പ്രവൃത്തി മുഖാന്തരമായി കാത് മുറിഞ്ഞവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കിയപ്പോൾ പിന്നീട് അവിടെ പട്ടാളക്കാർക്കോ ചേവർക്കോ മറ്റാർക്കും പത്രോസിനെതിരെ അവന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പത്രോസിനെ പിടിക്കാതിരുന്നത്. കാര്യം മനസ്സിലാൻ വിചാരിക്കുന്നു, നമ്മുടെ കർത്താവ് വിഷയങ്ങളെ പരിഹരിക്കുന്നവനാണ്. അവനറിയാമായിരുന്നു പത്രോസ് ആരാണെന്നുള്ളത്, അവനറിയാമായിരുന്നു യോഹന്നാൻ ആരാണെന്നുള്ളത്, അവനറിയാമായിരുന്നു യാക്കോബ് ആരാണെന്നുള്ളത്, അവനറിയാം ഞാനും നിങ്ങളും ആരാണെന്നുള്ളത്. നമ്മെ സൃഷ്ടിച്ചവന് നമ്മളെ യഥാർത്ഥമായി അറിയാം. നമ്മുടെ ഹൃദയത്തെ മെനഞ്ഞവന് നമ്മുടെ ഹൃദയത്തിലുള്ള എന്താണെന്ന് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, ചെവിയെ നട്ടവൻ കേൾക്കുകയില്ലയോ, കണ്ണുകളെ സൃഷ്ടിച്ചവൻ കാണുകയില്ലയോ. ഹൃദയത്തെ മെനഞ്ഞവന് ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ അറിയാൻ കഴിയും. പത്രോസിനെയും പൗലോസിനെയും യോഹന്നാനെയും ഒക്കെ അറിയാൻ കഴിഞ്ഞതുപോലെ രാത്രിയിലും നമ്മയും അവൻ അറിയുന്നു. അവനറിയാൻ നമ്മൾ ആരാണെന്ന്, നാം എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും ദൈവത്തെ അറിയാം. ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും വിഷയങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മാറാതിരുന്നതിൻ്റെ കാരണം ആ ഒരു വലിയ സ്നേഹബന്ധമാണ്. അവൻ്റെ കൂട്ടത്തിൽ ഉള്ളതായതുകൊണ്ടാണ് നമുക്കവനെ വിശ്വസിച്ച് നിൽക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ എന്നേ കൂട്ടം തെറ്റിപ്പോകുമായിരുന്നു, എന്നേ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. യേശുവിൻ്റെ കൂട്ടത്തിൽ നിന്ന്, യേശുവിൻ്റെ സഭയിൽ നിന്ന് അകറ്റിക്കളയുവാൻ വേണ്ടി നിരന്തരം ശത്രു പലവിധത്തുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോഴും ദൈവത്തോട് വചനം കേട്ട് ദൈവത്തോട് കൂടി നിൽക്കുന്നവർക്ക് ഒരിക്കലും അകന്നു പോകുവാൻ കഴിയത്തില്ല. പത്രോസ് അന്നേരം യേശുവിനെ തള്ളി പറഞ്ഞെങ്കിലും യേശുവിനെ സ്വീകരിച്ചിട്ടാണ് അവൻ വേദനയോടെയാണ് അവൻ മാനസാന്തരത്തോടെ മടങ്ങിപ്പോകാൻ ഇടയാക്കുന്നത്. ഇവിടെ തുറന്നു പറയുക, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ
ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. കർത്താവ് പറഞ്ഞു, അറിഞ്ഞാൽ അനുഗമിക്കും. യേശു ആരാണെന്ന് അറിഞ്ഞാൽ അവനെ അനുഗമിക്കും. അപ്പം അതിന് മുമ്പ് ഒരു ഭാഗത്ത് കർത്താവ് പറഞ്ഞു, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അപ്പം ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ അവൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അപ്പം കർത്താവ് പറഞ്ഞത്, പിതാവ് പുത്രനെ അറിയുന്നു, പുത്രൻ പിതാവിനെ അറിയുന്നു, അതുപോലെ തന്നെ പുത്രൻ ആടുകളെ അറിയുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു, വിശ്വസിക്കുന്നു, അനുഗമിക്കുന്നു. നമുക്ക് രാത്രിയിലും പറയാൻ സാധിക്കണം, യേശുവിൻ്റെ ശബ്ദം ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. ഉപദേശം കേൾക്കുക എന്ന് പറയുന്നത്, വചനം കേൾക്കുക, വചനം വായിക്കുക, അവൻ്റെ ഉപദേശം കേട്ട് എന്ത് ചെയ്യണം? വിശ്വസിച്ച് അവനെ അനുഗമിക്കുന്നവരാണ് അവൻ്റെ കൂട്ടത്തിലുള്ളവർ. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ദിവസവും ആഹാരമാകുന്ന വചനം ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ആടുകൾക്ക് ആഹാരം ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്, അതിന് ഇടയൻ ആവശ്യമാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. നല്ല ഇടയനായിരിക്കുന്ന കർത്താവ് തൻ്റെ വചനമാകുന്ന ശ്രേഷ്ഠമായ ആഹാരത്തെ അനുദിനം നമുക്ക് നൽകുന്നത് അവനിൽ വിശ്വസിച്ച് അത് ഭക്ഷിച്ച് ബലപ്പെട്ട് അത് വിശ്വസിച്ച് അവനെ അനുഗമിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ നാളുകളൊക്കെ നമ്മെ അനുഗമിപ്പിക്കുന്നത് ഈ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നാം കേൾക്കുന്ന വചനങ്ങൾ നമുക്ക് ഓരോ ദിവസവും ആവശ്യമായി തന്ന്, നമുക്ക് വേണ്ടത് തന്ന്, നമ്മെ പോറ്റിപ്പുലർത്തി, നമ്മെ അഭിഷേകത്താൽ നിറച്ച് നാം അവൻ്റെ ശബ്ദത്തിൽ കേട്ട് വിശ്വസിച്ച് അനുഗമിക്കുന്നു. അങ്ങനെയുള്ളവരാണ് അവൻ്റെ കൂട്ടത്തിലുള്ളവർ. ഇന്ന് രാത്രി നമുക്ക് പറയാൻ സാധിക്കുമോ? ഞാൻ എൻ്റെ യേശുവിനോട് കൂട്ടത്തിലുള്ളതാണ്. ഞാൻ ലോകത്തിൽ ആയിരുന്നു, ലോകക്കാരനായിരുന്നു, എന്നാൽ നസ്രയൻ്റെ കൂടെയാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. കഴിഞ്ഞ എത്ര വർഷമായി? 1989 മുതൽ കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് ഈ നസ്രയനെ മനസ്സിലാക്കുവാൻ, അവൻ എന്നെ അറിഞ്ഞു എന്നെ വിളിച്ചു. അതുകൊണ്ട് എനിക്ക് അവനെ മനസ്സിലാക്കുവാൻ, അല്പമെങ്കിലും അറിയുവാൻ, അല്പമെങ്കിലും സ്നേഹിപ്പാൻ എനിക്ക് കഴിഞ്ഞു. എനിക്ക് എൻ്റെ യേശുവിനെ എനിക്ക് ആഴമായി സ്നേഹിപ്പാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ആഗ്രഹമാണ്. അവനെ എനിക്ക് അറിയേണ്ടതുപോലെ അറിയുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഓരോ ദിവസവും ചെല്ലും തോറും, അവനെ അറിയും തോറും എൻ്റെ സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, രാത്രി നമ്മൾ പറയുന്ന, കർത്താവേ, അങ്ങേ ഞാൻ അറിയേണ്ടതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ലെന്നാൽ എന്നെ നന്നായി മുഴുവനും അങ്ങറിയുന്നു. അങ്ങേക്ക് അറിയാൻ കഴിയാത്തൊരു കാര്യവും രഹസ്യവും എൻ്റെ ജീവിതത്തിലില്ല. എല്ലാം അങ്ങയുടെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്, ഇരുളുമായിട്ടുള്ള കാര്യമല്ല. ലോകത്തിൻ്റെ പ്രഭുവുമായിട്ട് നമുക്ക് ബന്ധമില്ല. അത് മുഴുവനാണ്, അത് മുഴുവനും രഹസ്യങ്ങളാണ്, രഹസ്യങ്ങളുടെ കൂമ്പാരങ്ങളാണ്. എന്നാൽ നഗ്നവും മലർന്നുമായി യേശുവിന് മുമ്പായി, വെളിച്ചത്തിന് മുമ്പായി കിടക്കുമ്പോൾ അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അവൻ്റെ ആട്ടുകളുടെ ശബ്ദം അവന് മനസ്സിലാകും, നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാകും, നല്ല ഇടയന് മനസ്സിലാകും. ഞാൻ നിങ്ങൾ കണ്ണുനീർ പൊഴിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് കരയുന്നെന്ന് നല്ല ഇടയന് മനസ്സിലാകും. 2024 അവസാന ദിവസവും കണ്ണുനീർ കാണുന്ന, വേദന കാണുന്ന, നമ്മുടെ ഉള്ളിലെ തകർച്ച കാണുന്ന, മനസ്സ് തകർന്നിരിക്കുന്ന അവസ്ഥ കാണുന്ന നല്ല ഇടയനുണ്ട്. അവൻ മുറിവ് കെട്ടുന്നവനാ, അവൻ ആശ്വസിപ്പിക്കുന്നവനാ, അവൻ ആഹാരം നൽകുന്നവനാ, അവൻ നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കുന്നവനാ. അവൻ അറിയാൻ കഴിയാത്തൊരു കാര്യവുമില്ല. രാത്രിയിലും അവനാണ് നാം ആശ്രയിക്കുന്നത്. കർത്താവ്, ഞാൻ നല്ല ഇടയൻ. നമ്മുടെ ദീർഘശ്വാസങ്ങളെ അറിയാം. ഞാൻ നിങ്ങളും ഒരു ദീർഘശ്വാസം വിടുമ്പോൾ അതിൻ്റെ പിൻപിൽ മറിഞ്ഞിരിക്കുന്ന വിഷമകരമായ കാര്യങ്ങളെ യേശുവിനറിയാം. നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ ഉൾപ്പുകളെ മുഴുവനും മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള വേദനകളെ ഒപ്പിയെടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിലും നമ്മളോട് സംസാരിക്കുന്നു. ഈ വർഷത്തിൻ്റെ അവസാനത്തിലും കഥ പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ലെന്നാണ്. ഈ തുടർന്നുള്ള വാചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, എന്താണ് അവൻ്റെ കൂട്ടത്തിലുള്ള, അവനെ അനുഗമിക്കുന്നവരുടെ ആടുകളുടെ പ്രത്യേകത എന്താണെന്നാണ് യേശു തുറന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. കഥ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? തുറന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഇവിടെ
നമുക്ക് കാണാൻ സാധിക്കും 3 കാര്യങ്ങളാണ് കർത്താവ് പ്രോമിസ് ചെയ്തത്, വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അത് പ്രോമിസിങ്, ദൈവത്തിൻ്റെ പ്രോമിസ്. നമ്മളൊരു പക്ഷേ വാഗ്ദത്തം എന്നുള്ള വിഷയത്തിലുള്ള ബന്ധത്തിൽ നോക്കിപ്പോകാറുണ്ടെങ്കിലും യേശു ഇവിടെ തൻ്റെ ആടുകളായിരിക്കുന്ന, അവനോട് ചേർന്ന് നിൽക്കുന്ന, അവൻ്റെ കൈക്കീഴിലുള്ള ആടുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കും. ഒരുപാട് നേരത്തെ പറഞ്ഞു സമർത്ഥ്യായ ജീവൻ കൊടുക്കുവാൻ, സമർത്ഥ്യായ ജീവൻ കൊടുക്കുക, അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ് ചിന്തിച്ചിരുന്നു. പറയുകയാണ്, അവരോട് റിപ്പീറ്റ് ചെയ്ത് പറയാണ്, നിത്യജീവൻ്റെ മൊഴികൾ എൻ്റെ പക്കലാണ്. അതുകൊണ്ടാണ് പത്രോസ് പിന്നീട് പറഞ്ഞത്, ഈ വചനക്കേട്ടെ പറഞ്ഞു, നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ പക്കലുണ്ടല്ലോ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? പറഞ്ഞതിൻ്റെ അർത്ഥം, നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളത്തിൽ ജീവൻ തുടിക്കുന്നു, ഞങ്ങളുടെ ഉള്ളത്തിൽ സന്തോഷമുണ്ടാകുന്നു, ഞങ്ങളുടെ ഉള്ളത്തിൽ പ്രത്യാശ പകരുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ പല പ്രഭാഷണം കേട്ടിട്ടുണ്ട്, വളരെ കൂട്ടത്തെ നടന്നിട്ടുണ്ട്. പക്ഷേ അവർക്കാർക്കും ഞങ്ങളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ജീവന്റെ ഉറവയായിരിക്കുന്ന യേശുവെ, അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾക്കറിയാം നിന്റെ പക്കലാണ് ജീവ മൊഴികളുടെ ഉറവയുള്ളത്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലവും പോകാനില്ല. ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോയവരാ, അവിടെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടിയിട്ടില്ല. എന്നാൽ നിന്റെ വാക്ക് കേൾക്കുമ്പോൾ, നിന്റെ സാന്നിധ്യം അനുഭവിപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്, ദൂരക്കാഴ്ചയുണ്ട്. ഇവിടെ കൊണ്ട് തീർന്നു പോകാത്ത, നിത്യമായിരിക്കുന്ന, ആനന്ദമായിരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിക്കുന്നത് നാഥാ നിന്റെ വചനം കേൾക്കുമ്പോഴാ. ഞങ്ങളുടെ താൽക്കാലികമായിരിക്കുന്ന ജീവിതത്തിന്റെ പരിസ്ഥിതികൾക്കപ്പുറമായി ദൂരക്കാഴ്ച ഉണ്ടാകുന്നത്, ഞങ്ങളുടെ വരുവാനുള്ള കാലത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ലഭിച്ചത് നീ അങ്ങ് സംസാരിച്ചത് മുഖാന്തരമാണ്. അതുവരെയും കെട്ടപ്പെട്ടവരായിരുന്നു, ഒരു കിണറ്റിൽ കിടക്കുന്നവരെ പോലെയായിരുന്നു. ആ സാഹചര്യങ്ങളിലും പാരമ്പര്യങ്ങളിലും അറിഞ്ഞു വെച്ച കാര്യങ്ങൾ മാത്രം അറിഞ്ഞവരായിരുന്നു. എന്തിനാണെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ദീർഘവീക്ഷണം ലഭിപ്പാൻ കാരണമായി തീർന്നത് നല്ല ഇടയനായിരിക്കുന്ന നാഥന്റെ ശബ്ദം കേട്ടത് കൊണ്ടാണ്. രാത്രിയിലും അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ധൈര്യവും പ്രത്യാശയും ഉണ്ടാകും. കഥ പറഞ്ഞു, ഞാൻ അവർക്ക് ജീവൻ, അഥവാ എന്നേക്കുമുള്ള അനന്ത ജീവൻ, നിത്യജീവൻ നൽകുന്നു. കഥ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു, ഞാനത് നിത്യം അവർക്ക് കൊടുക്കുന്നു. വെറുതെ കൊടുക്കുകയല്ല, അത് കൊടുക്കാൻ വേണ്ടി അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാ ഞാൻ വന്നത്. അതിനുവേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. കർത്താവ് തൻ്റെ ജീവനെ വിതച്ചിട്ടാണ് അതിൽ നിന്ന് അവൻ കൊയ്യുന്നത്. ഈ ലോകത്തിൽ നമുക്കറിയാം, വിത്തുകൾ വിതച്ച് അതിൽ നിന്ന് കൊയ്യാൻ വേണ്ടി വിത്ത് വിതയ്ക്കണം. അങ്ങനെയാണെങ്കിൽ വചനമായിരിക്കുന്ന വിത്തായിരിക്കുന്ന ക്രിസ്തു തൻ്റെ ശരീരം ഈ ലോകത്തിൽ വിതച്ചു. അവൻ്റെ രക്തം അത് വിതയ്ക്കപ്പെടുവാൻ, ജീവൻ വിതയ്ക്കപ്പെടുവാനിരുന്നു. അതിൽ നിന്നാണ് ജീവിതങ്ങളെ നിത്യജീവന് വേണ്ടി കൊയ്തെടുക്കുന്നത് സുവിശേഷത്താൽ. അപ്പോൾ വിത്തായിരിക്കുന്ന വചനം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശരീരം തകർക്കപ്പെട്ട് ജീവൻ നൽകപ്പെട്ടത് വിതയ്ക്കപ്പെടുകയായിരുന്നു. എന്നെ നിങ്ങളെ കൊയ്തെടുക്കാൻ വേണ്ടി അതിൽ നിന്ന് നാം ജനിച്ച് വിശ്വസിച്ച് ജനിക്കപ്പെട്ട് നിത്യജീവന്റെ മക്കളാക്കി തീർക്കുവാൻ കർത്താവിന് നമ്മോട് തോന്നി. നിത്യജീവൻ കൊടുക്കുന്ന അവർ ഒരു നാളും നശിച്ചു പോകുകയില്ല. 2024 ഈ ഡിസംബർ മാസം 24-ാം തീയതി ദൈവാത്മാ പറയുക, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. അതുകൊണ്ടാണ് ഈ സന്ദേശമൊക്കെ വളരെ ശ്രദ്ധയോടെ കേട്ട പത്രോസ് തൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്ന സമയത്ത്, അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ അവൻ സഭയോടുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ പ്രസംഗം നടത്തുന്ന സമയത്ത് അവൻ വിളിച്ചു പറയുവാൻ ഇടയായിരുന്നു. അവൻ വിളിച്ചു പറഞ്ഞത് മറ്റൊന്നുമല്ല, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ, മറ്റൊരുത്തിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പോൾ രക്ഷിക്കപ്പെടും, ശിക്ഷിക്കപ്പെടുകയില്ല, നശിച്ചു പോകുകയില്ല എന്നുള്ളതിൻ്റെ ഉറപ്പാണ് യോഹന്നാൻ പ്രസ്താവിച്ചത്. ഇന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്,
കർത്താവ് പറഞ്ഞതുകൊണ്ട് നാം ഒരു നാളും നശിച്ചു പോകുകയില്ല. മുടിഞ്ഞു പോകുമെന്നും നശിച്ചു പോകുമെന്നും ഇല്ലാതായിത്തീരുമെന്നും പലപ്പോഴും നാം ഉരുവിട്ടാലും യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയ കൊണ്ടെന്നാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് നാം എന്നേ മുടിഞ്ഞു പോകേണ്ടവരായിരുന്നു, നശിച്ചു പോകേണ്ടവരായിരുന്നു, തള്ളപ്പെട്ടു പോകേണ്ടവരായിരുന്നു. എന്നാൽ കഥ പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്ന, എൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ഒരുത്തൻ പോലും അവൻ നശിച്ചു പോകുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, ഈ എളിയവരിൽ ഒരുവൻ നശിച്ചു പോകുവാൻ എൻ്റെ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ആ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ് നാം ഇന്ന് രാത്രിയിൽ നിൽക്കുന്നത്. അത് എളിവരാകുന്ന നാം നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിൻ്റെ ദയയാണ്. അല്ല നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ നന്മ കൊണ്ടല്ല. എല്ലാ ദിവസവും ദൈവമേ എന്നോട് കരുണ തോന്നണമേ, എന്നോട് മനസ്സലിയണമേ, നിന്റെ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് ദൈവസന്നിധിയിൽ നാം ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ദൈവത്തെ അറിയാം. നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ച ദൈവത്തെ അറിയാം. ആത്മാവിൻ്റെ ഹിതമെന്നതെന്ന് തിരിച്ചറിയുന്നതിനറിയാൻ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്താണെന്ന് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ അവയ്ക്ക് നിത്യജീവനെ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. യേശുവിൻ്റെ വാക്ക് അതിന് മാറ്റമില്ലാത്തതായതുകൊണ്ട്, എന്നേക്കും നിലനിൽക്കുന്നതായതുകൊണ്ട്, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതായതുകൊണ്ട് ഇന്നു രാത്രിയിലും ഈ വചനം നിലനിൽക്കുന്നു. കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. എന്നിട്ട് പറയാണ്, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. കർത്താവ് പറഞ്ഞു, ഒരൊറ്റ എണ്ണം പോലും പിടിച്ചു പറിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ പിതാവാം ദൈവം കൊടുത്തിരിക്കുന്ന തൻ്റെ ആടുകളെ ഒരു ശക്തിക്കും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ കയ്യിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്, ദൈവത്തിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. അപ്പോൾ ഈ ഇടയൻ ഇട്ടിട്ട് പോകുന്നവനല്ല. ചെന്നായി വന്നാൽ കൂലിക്കാരൻ ഓടിപ്പോകും. എന്നാൽ നമ്മുടെ കർത്താവ് അവൻ വിട്ടുകളയുന്നവനല്ല, നശിപ്പിച്ചു കളയുന്നവനല്ല. വാഗ്ദത്തം പറഞ്ഞിരിക്കുന്ന നിവർത്തിക്കുന്ന ദൈവമാണ്. ഉടനെ രാത്രി പറയണം, ഞങ്ങൾ അവൻ്റെ കൂട്ടത്തിലുള്ളതായതുകൊണ്ട്, യേശുവിൻ്റെ കൈക്കിലെ ആടുകളായതുകൊണ്ട്, അത് ഇന്ന് രാത്രി വചനം പ്രോമിസായി വാഗ്ദത്തമായി അവൻ നമുക്ക് തന്നിരിക്കുന്ന നിത്യജീവനാണത്. ഓരോ ദിവസവും ചെല്ലും തോറും ഞാനത് ധാരാളമായി പ്രാപിക്കും, തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും എന്ന് ഇന്ന് രാത്രിയിൽ നമുക്ക് ഉറക്കെ പറയാം. എന്നിട്ട് പറയുകയാണ്, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. സാത്താൻ ഏതെല്ലാം കെണി ഒരുക്കി വെച്ചാലും, എന്തെല്ലാം പദ്ധതികൾ തയ്യാറാക്കി വെച്ചാലും രാത്രി ഉറക്കെ പറയുക, ഒരേ ഒരു നാമമുണ്ട് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട ഒരു നാമമുണ്ട്, ആ യേശുവിന്റെ നാമമാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അത് ആകാശത്തിന് കീഴെ മനുഷ്യരിൽ നൽകപ്പെട്ട രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമമില്ല. നശിക്കാതിരിക്കണമോ, നിത്യജീവൻ പ്രാപിക്കണമോ, ദൈവത്തിന്റെ കൈക്കിലെ ആടുകളായി തീരണമോ, ഒരു നാമം മാത്രമേ ലോകത്തിലുള്ളൂ, രക്ഷയുടെ നാമമായിരിക്കുന്ന യേശു എന്ന പാപമോചക നാമം മാത്രമാണ് ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമം. യേശുവിൻ്റെ നാമത്തിലാണ് വിടുതലുള്ളത്, ആശ്വാസമുള്ളത്, രക്ഷയുള്ളത്. അവന് വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകുകയില്ല എന്ന് കർത്താവ് തീർത്ത് പറയാതെ എന്നിട്ട് പറഞ്ഞു, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല. കർത്താവ് ആദ്യം പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. എന്നിട്ട് കർത്താവ് ഒന്നുകൂടി അത് വ്യക്തമാക്കിയാണ് യേശു ആരാണെന്നുള്ളത്. തുറന്ന് പറയുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. അപ്പോൾ ഇവർക്കത് സംശയമുണ്ടാകും, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുക. അപ്പോൾ യേശു ഇടയനാണെന്ന് പറഞ്ഞു, ആടുകൾ ഉള്ളവനാണെന്ന് പറഞ്ഞു. അവൻ്റെ ആടുകളുടെ പ്രത്യേകതയ്ക്ക് അവൻ കൊടുത്തിരിക്കുന്ന പ്രോമിസുകൾ ഇതാണ്. എന്തൊക്കെയാണ്? അവൻ അവർക്ക് നിത്യജീവനെ നൽകുന്നു, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല, അവയാരും പിടിച്ചു പറിക്കുകയുമില്ല. 2024 ഇതൊരു പ്രോമിസായി ഏറ്റെടുത്ത് ഈ വർഷം തീരുന്നതിന് മുമ്പായി ദൈവത്തെ കൊണ്ട് കർത്താവ് ഇതെന്നോടുള്ള സന്ദേശമാണ്. അത് അങ്ങ് എന്നോട് പറഞ്ഞിരിക്കുക, ഞാൻ നിത്യജീവന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാ. ദൈവത്തിന് നന്ദി പറയാൻ നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറകളൊക്കെ ദൈവത്തിനായി വേർതിരിക്കപ്പെടുന്ന നിത്യജീവൻ്റെ ആണെന്ന് അവകാശം പറയണം. ദൈവത്തെ കൊണ്ട് കർത്താവ് എൻ്റെ പ്രോമിസാണ്. അതുപോലെ നശിച്ചു പോകുകയില്ലെന്ന്, ഒരു നാൾ നശിച്ചു പോകുകയില്ലെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് 2024 വരെ നശിച്ചു പോകാതെ നമ്മളെ നയിച്ച കർത്താവ് തുടർന്ന് നമ്മൾ ജീവിക്കുന്ന നാളിൽ നമ്മെ ചേർക്കുവോളം
നാം നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. സാധാരണ എത്ര ഗണി ഒരുക്കിയാലും നമുക്ക് ധൈര്യത്തോടെ പറയാം, എൻ്റെ കർത്താവിൻ്റെ വാക്ക് മാറ്റമില്ലാത്തതാ, നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. എന്നാ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പഠിക്കുകയില്ലെന്ന് പറഞ്ഞു. തുടർന്ന് അതിനെക്കുറിച്ച് എക്സ്പ്രഷൻ അതാ പറയുകയാണ്, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവനാണ്. പറഞ്ഞു, നിങ്ങൾ പിതാവാ ദൈവത്തെ നിങ്ങൾക്ക് യഹോവയെ അറിയാം, ആ ദൈവമെന്ന ദൈവത്തെ നിങ്ങൾക്കറിയാം. അവൻ വലിയവനാണ്, വന്യനായവനാണെന്ന് നിങ്ങൾക്കറിയാം. അവൻ ഉന്നതനാണെന്നറിയാം. അവനോട് തുല്യനായിട്ട് ആരുമില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ അവൻ ആരാകുന്നു എന്നുള്ളത് കർത്താവ് തുറന്ന് പറയുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവയെ തന്നിരിക്കുന്നതിൻ്റെ പിതാവ് എല്ലാവരും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വലിപ്പാൻ ആർക്കും കഴിയില്ല, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് വ്യക്തമായി പറഞ്ഞു. ഇത് സ്പഷ്ടമായി പറയാനാണ് പറഞ്ഞത്. ക്രിസ്തുവാണെന്ന് കർത്താവ് പറഞ്ഞു, ഞാനും പിതാവും ഒന്ന് എന്നതിൻ്റെ അർത്ഥം ഞാൻ സാക്ഷാൽ ദൈവം തന്നെയാണ്. പലരും തർക്കങ്ങളിലും വാദങ്ങളിലും ഒക്കെ പറയാറുണ്ട്, യേശു ഒരിടത്തും ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാറുണ്ട്. പലരും പറയാറുണ്ട്, അങ്ങനെ യേശു ദൈവമാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ എന്നാൽ ഇവിടെ അവൻ ദൈവം ആണ് എന്ന് വ്യക്തമായി രീതിയിൽ കർത്താവ് സംസാരിച്ചിരിക്കുകയാണ്. അതവർക്ക് മനസ്സിലായി. തുടർന്ന് കാണുന്നത്, അവരത് അതിൻ്റെ അകത്ത് മറിഞ്ഞിരുന്ന ആ കാര്യം അവർക്ക് പിടികിട്ടി. അവരാഗ്രഹിച്ചത് തന്നെയാണ്, അതവർക്ക് മനസ്സിലായി. എന്നാൽ പലരും തർക്കത്തിന് വിഷയം വരുമ്പോൾ യേശു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്നവർ പറയുന്നത്, സുവിശേഷങ്ങളിലെങ്ങും യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. കർത്താവ് പറഞ്ഞു, ഞാനും പിതാവെന്ന്. ആദ്യം പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കുന്നത് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. ഇത് കേട്ടതും യേശു അവരോട് പിതാവിൻ്റെ കൽപ്പനയാൽ കേട്ടതും അവനെ എറിവാൻ കല്ലെടുത്തു. അവരിത് കേട്ടപ്പോൾ തന്നെ ഞാനും പിതാവ് ഒന്നാകുന്നെന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ എറിവാൻ പിന്നെയും കല്ല് എടുത്തു. 8-ാം അധ്യായം നമ്മൾ വായിച്ചിരുന്നു. അതിൻ്റെ 59-ാം വാക്യത്തിൽ കല്ലെറിയുവാൻ വേണ്ടി എടുത്തതിനെ കുറിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. 59-ാം അധ്യായം, അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു. യേശു മറിഞ്ഞ് ദേവാലയം വിട്ടു. എവിടെ പറഞ്ഞത്? അബ്രഹാമിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു അബ്രഹാം എനിക്ക് മുമ്പുണ്ട്. അതിനർത്ഥം പറഞ്ഞു, അബ്രഹാം സൃഷ്ടിയാ, ഞാൻ സൃഷ്ടിതാവാ. ആണ് യേശു പറഞ്ഞു. അവരത് ഉള്ളിക്കൊണ്ടപ്പോൾ അവർ അംഗീകരിക്കാൻ കഴിയാതെ ഇവരെ എറിവാൻ കല്ലെടുത്തു. അപ്പോൾ യേശു അവിടെ നിന്ന് മറിഞ്ഞു പോയി. വീണ്ടും യേശു പറഞ്ഞു, ഞാൻ പിതാവ് ഒന്നാകുന്നു എന്നുള്ളത് പറഞ്ഞപ്പോൾ ഇവർ സ്പഷ്ടമായി പറക എന്ന് പറഞ്ഞ് യേശു ആ കാര്യം സത്യത്തിൻ്റെ യഥാർത്ഥമായി യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ ദൈവമാണെന്നാണ് അവിടെ പറഞ്ഞത്. ഞാൻ പിതാവ് ദൈവമാണ്. പിതാവ് ദൈവമായതുകൊണ്ട്, അവൻ സർവശക്തനായതുകൊണ്ട് ഞാനും പിതാവ് ഒന്ന് തന്നെയാണ്. ഇക്വാലിറ്റി, സമത്വം അവിടെ പ്രസ്താവിച്ചത്. യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആർക്ക് മനസ്സിലായി? യഹൂദന്മാർക്ക് മനസ്സിലായി. തുടർന്ന് അതാണ് സംഭവിക്കുക. അതുകൊണ്ടാണ് കല്ലെടുത്തത്. എന്നിട്ട് യേശു ചോദിച്ചു, യേശു അവരോട്, പിതാവിൻ്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങൾ കാണിച്ചിരിക്കുന്നു. അവയിൽ ഏത് പ്രവൃത്തി നിമിത്തം നിങ്ങൾ എന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, യേശുവിൻ്റെ ജീവിതത്തിലെ പ്രവൃത്തി കൊണ്ടോ അവൻ്റെ പ്രവൃത്തി, അവൻ്റെ ശുശ്രൂഷകൾ, അങ്ങനെ ഒരു കാര്യത്തിൽ വ്യക്തിപരമായ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഒന്നും ആർക്കും ഒരു കുറവും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, കർത്താവിനെ പറഞ്ഞു, നിങ്ങളിൽ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു ചോദിച്ചു. പരസ്യമായിട്ട് ചോദിച്ചു, നിങ്ങൾ ആരെന്നെ പാപത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജീവിതം ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. ഇന്ന് രാത്രിയിലും പ്രിയപ്പെട്ടവരെ, അവനെ അനുഗമിക്കുന്ന നമുക്കും ഈ ദിവസങ്ങളിൽ അങ്ങനെ ജീവിതത്തിനായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സന്ദേശം, ക്രിസ്തുവിൻ്റെ വചനം നമ്മെ തികവുള്ളവരാക്കി മാറ്റുവാൻ നമ്മുടെ ജീവിതത്തിൽ അത് പ്രവൃത്തിമാക്കുമാറാകട്ടെ എന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കണം എന്ന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് പറഞ്ഞു, യഹൂദന്മാരോട് നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദോഷം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നതുകൊണ്ട് മാത്രമേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്ന നിമിത്തം പറഞ്ഞു. ഇപ്പം ദൈവമാക്കിയോ? ദൈവമാണെന്ന് യേശു പറഞ്ഞോ? പലരും തർക്ക വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. യേശു ദൈവമാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന്. അതിവിടെ യഹൂദന്മാർ പറയുക, നീ അങ്ങനെയാ പറഞ്ഞു വെച്ചത്.
നീ പറഞ്ഞത് പിതാവ് ഞാനും ഒന്നാകുന്നതിൻ്റെ അർത്ഥം പിതാവ് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ആ പിതാവാൻ ദൈവത്തെ കയ്യിൽ നിന്ന് പിടിച്ചു പിടിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞു ഞാനും പിതാവ് ഒന്നാകുന്നു. അങ്ങനെയാണെങ്കിൽ നീ ആരാ? ദൈവമാ. അപ്പൊ ദൈവത്തോട് സമർത്ഥമാക്കി. ഇപ്പൊ യേശു ദൈവമാണെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. വ്യക്തമാക്കിയിട്ടുണ്ടോ? വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ അത് അന്നത്തെ യഹൂദന്മാർക്ക് സംസാരം കേട്ടപ്പോൾ അവർ അത് കാത്തിരുന്നവർ മനസ്സായി പറഞ്ഞ അതാണ്. നീ ദൈവദോഷം നിമിത്തവും നീ മനുഷ്യനായിരിക്കും നിന്നെ തന്നെ ദൈവം ആക്കുന്നത് കൊണ്ട് മാത്രമേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്ന ഉത്തരം പറഞ്ഞു. യേശു അവരോട് നിങ്ങൾ ദേവന്മാർ ആകുന്നുവെന്ന് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവത്തിൻ്റെ അള്ളപ്പാടുണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞുവെങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദോഷം പറയുന്നുവെന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചനോട് നിങ്ങൾ പറയുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. ചെയ്യുന്നുവെങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലുമെന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിപ്പീൻ. അവർ പിന്നെയും അവനെ പിടിപ്പാൻ നോക്കി അവനോ അവിടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോയി. അപ്പോൾ കർത്താവ് വ്യക്തമായി സ്പഷ്ടമായി അവർ പറഞ്ഞു ഞാനും പിതാവ് ഒന്നാണ്. സമത്വം, ഇക്വാലിറ്റി. പിതാവാൻ ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാമാൻ ദൈവവും സമത്വത്തിൽ വസിക്കുന്ന ദൈവീയ തൃത്വത്തിൻ്റെ ആളത്വങ്ങളാണ്. അവ തമ്മിൽ വ്യത്യാസമില്ല. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അത് ദൈവീയ തൃത്വമാണ്. അപ്പം പിതാവ് വലിയവൻ എന്ന് പറയുമ്പോൾ പുത്രന് വലിയവനാ. അങ്ങനെയല്ലേ? ഞാനും പിതാവ് ഒന്നാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പുത്രൻ ചെറുതാണെന്നാണോ? അല്ല. എന്നിട്ട് ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെ ആളത്വത്തെ വെളിപ്പെടുത്തുകയാണ്. ഞാനും പിതാവ് ഒന്ന്. അപ്പം ആദ്യം പറഞ്ഞ് എൻ്റെ പിതാവ് എല്ലാവരെക്കാളും വലിയവനാണെന്ന് പറഞ്ഞു. എന്നിട്ട് കഥാവ് പറഞ്ഞു ആ പിതാവ് ഞാനും ഒന്നാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ യേശു ആരാണ്? എല്ലാവരിലും വലിയവനാണ്. പരിശുദ്ധാത്മാവൻ ദൈവം ആരാണ്? എല്ലാവരിലും വലിയവനാണ്. പിതാവാം ദൈവം ആരാണ്? എല്ലാവരിലും വലിയവനാണ്. പിതാവാം ദൈവം, പുത്രനാം ദൈവം, വചനമാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം എല്ലാവരിലും വലിയവനാണ്. ദേവന്മാരിൽ എല്ലാവരിലും വലിയവൻ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മൂന്ന് ആളത്വങ്ങളാകുന്നു പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവെന്നുള്ളത്. അത് മൂന്നും ഒന്നാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ പരിശുദ്ധാത്മാവും ഒന്നാകുന്നുള്ളത് നമുക്ക് ദൈവനെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഞാനിവിടെ അഫർമേറ്റീവായിട്ട് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ ദൈവിക ആളത്വങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും പലർക്കും കഴിയാത്തതുകൊണ്ട് ആണ് യേശു ചെറുതാണെന്നും പരിശുദ്ധാത്മാവ് ചെറുതാണെന്നും ചിന്തിക്കുന്നത്. എന്നാൽ ദൈവമാണ്. ദൈവത്തിനെതിരെ ദോഷം പറയാൻ പാടില്ല എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവാം ദൈവമാണ്. ഇവിടെ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നു. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് ഇവർ കല്ലെറിയാൻ എടുത്തപ്പോൾ കർത്താവ് സങ്കീർത്തനം 82-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഉദ്ധരിച്ചാണ് അവരോട് സംസാരിച്ചത്. സങ്കീർത്തനം 82-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദേവന്മാരാകുന്നുവെന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാരെന്നും ഞാൻ പറഞ്ഞു. അതിൻ്റെ 82-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. ഇതെന്താണെന്നുള്ളത് ഭൂമി നടക്കുന്ന സംഭവമായിട്ടത്. നമ്മളൊന്നും ആരും ദേവന്മാരുടെ ബന്ധത്തിൽ അങ്ങനെയുള്ള ഒരു സൃഷ്ടിയല്ല. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ലഭിക്കുന്ന ഏഞ്ചൽസ്, ദൂതന്മാർ, അവരാണ് ദേവന്മാർ എന്ന പേരിൽ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് നോഹയുടെ സമയത്തുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചത്. ഞാനത് പല പ്രാവശ്യം എടുത്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ജാതികളുടെ ദേവന്മാരുണ്ട്, എന്നാൽ സാക്ഷാൽ ദേവന്മാരുമുണ്ട്. ജാതികളുടെ ദേവന്മാരെന്ന് പറയുമ്പോൾ അത് മിഥ്യാമൂർത്തികളാണ്, വിഗ്രഹങ്ങളാണ്. അത് ഒന്നും ചെയ്യാൻ കഴിയാത്ത ബിംബങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രതിബിംബങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദേവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദേവസഭയിൽ നിൽക്കുന്നവരാണ്. അവർ ദൈവത്തിൻ്റെ സഭയിലുള്ളവരാണ്. പരദേശിയിൽ ആകാശത്തിലെ സൃഷ്ടികളാണ് അവർ. അവിടെ ആണ് ദൈവത്തിന് കൗൺസിൽ ഉള്ളത്. അതുകൊണ്ടാണ് യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്
ഒരിക്കൽ ദൈവപുത്രന്മാർ അവിടെ നിന്നപ്പോൾ സാത്താനും ഓടാടി സഞ്ചരിച്ച് അവിടെ ഇടയിൽ ചെന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴും ഉള്ളതാണ്. അത് യോബിന്റെ പുസ്തകത്തിൽ മാത്രം എഴുതിയപ്പോൾ അന്ന് മാത്രമുള്ളൊരു സംഭവമല്ല. അപ്പോൾ അതിന്നും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടികളൊന്നും അവിടെ നിന്ന് തീർന്നു പോയിട്ടില്ല. അപ്പോൾ യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യം പഴയ നിയമത്തിലെ കാര്യമായതുകൊണ്ട് പുതിയ നിയമത്തിൽ ഇല്ല എന്ന് വിചാരിക്കരുത്. അന്ന് നടന്ന സംഭവങ്ങൾ പോലെ ഇപ്പോഴും അവിടെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 1-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, എവിടെ നിന്ന് വരുമ്പോൾ ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. അപ്പം പിന്നെ 2-ാം അധ്യായം, പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, സാത്താൻ അവരുടെ ഇടയിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. എവിടെ നിന്ന് വരുന്നത് ചോദിച്ചാൽ പറഞ്ഞു ഭൂമിയിൽ ഒരാട് സഞ്ചരിച്ചു. അപ്പോൾ ഭൂമിയിൽ നടന്ന സംഭവം അല്ല, ഭൂമിയിൽ ഒരാട് സഞ്ചരിച്ചിട്ട് വന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവപുത്രന്മാർ ഈ മനുഷ്യ സൃഷ്ടിക്ക് മുമ്പ് ആകാശത്തിൻ്റെ ഭൂമിക്ക് അടിസ്ഥാനപ്പെടുന്ന സമയത്ത് പ്രഭാത നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിക്കുകയും ദൈവഭക്തന്മാരെല്ലാം ആനന്ദിക്കുകയും ചെയ്തുവെന്ന് കർത്താവായ യഹോവയായ ദൈവം തന്നെ ഈ യോബിനോട് സംസാരിച്ചതിനെക്കുറിച്ച് 38-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 38-ാം അധ്യായത്തിൽ യോബിന്റെ 38-ാം അധ്യായത്തിൽ അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അതിൻ്റെ 6-ാം വാക്യം, അതിൻ്റെ അളവ് നിയമിച്ചനാർ നീ അറിയുന്നുവല്ല, അതിന് അളവ് നൂൽ പിടിച്ചവനാർ. പ്രഭാത നക്ഷത്രം ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു. അപ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ച് ആനന്ദിക്കുകയും ആർക്കുകയും ചെയ്തപ്പോൾ, അപ്പോൾ പ്രഭാഷണം ഒന്നിച്ച് എപ്പോഴാണ് ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടപ്പോൾ അത് പറയുക അന്ന് ദൈവപുത്രന്മാരുണ്ടാകും, മനുഷ്യരല്ല എന്നത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദേവന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന് അരുളപ്പാട് ലഭിച്ചിരിക്കുന്ന ദൈവപുത്രന്മാരെയാണ് ദേവന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ദേവസഭയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പർദീസയിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടം വരെ സാത്താൻ ചെല്ലാൻ സാധിക്കും. സാത്താൻ അവിടെ നിന്നാണ് തള്ളപ്പെട്ടവൻ എന്ന് വരെ അവൻ അവിടെ വരെ പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദേവന്മാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ ദേവന്മാർ എന്ന് പറയുമ്പോൾ എല്ലാം ദേവന്മാരാണോ? അപ്പോൾ ജാതികൾ പറയുന്ന ദേവന്മാർ ആരാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദേവന്മാരാണല്ലോ, അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ ദേവന്മാരും അംഗീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർ ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള ദൈവത്തിന് ഉള്ളപ്പാട് ലഭിച്ചവരല്ല. അത് ജാതിയുടെ ദേവന്മാർ എന്നുള്ളത് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി അത് എന്താണെന്നുള്ളതും ഇന്ന് രാത്രി സംസാരിച്ച് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാം. അപ്പോൾ 82-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം വളരെ ഗൗരവപൂർവമായിരിക്കുന്നൊരു വിഷയമാണ്. അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 82-ാം സങ്കീർത്തനമാണ്. 82-ാം സങ്കീർത്തനത്തിൽ ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. അതിൻ്റെ അർത്ഥം അവിടെ അന്യായം പറഞ്ഞു വരുന്ന സാത്താനുണ്ട്. മനസ്സിലായോ? അത് അവരെ ന്യായം വിധിക്കുന്നതല്ല. ഇപ്പം ഈ ദേവന്മാരുടെ ഇടയിൽ ദൈവസന്നിധിയിൽ ദൂതന്മാർ നിൽക്കുന്നിടത്ത് അപവാദം പറഞ്ഞുകൊണ്ട് സാത്താൻ ചെല്ലുമ്പോൾ ദൈവം ന്യായം വിധിക്കുക. അപ്പം ന്യായം വിധിക്കുമ്പോൾ ന്യായമുണ്ടായിരുന്ന യോബിനെതിരെ അന്യായം പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ പറഞ്ഞിരിക്കുന്ന അന്യായം പറഞ്ഞിരിക്കുന്ന യോബിന് നിന്റെ കയ്യിലിട്ട് തന്നേക്കാം, നീ അവൻ്റെ പ്രാണനെ മാത്രം തുടരുത്, നീ എന്ത് വേണം ചെയ്താൽ പറഞ്ഞ് അവിടെ ന്യായം വിധിച്ചു. യോബിൻ്റെ കയ്യിൽ കൊടുത്ത അവസാനം സാത്താൻ പരാജയപ്പെട്ടു. അപ്പോൾ ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ന്യായവും അന്യായം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാത്താൻ അപവാദമായി ചെന്ന് പറയുന്ന കാര്യങ്ങളാണ് അവിടെ അന്യായമായിട്ട് വരുന്നത്. അവിടെ ദൈവമാണ് വിധി കൽപ്പിക്കുന്നത്. 82-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭവാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായോ? രാത്രി മനസ്സിലായില്ലെങ്കിൽ ഗ്രഹിച്ചെടുക്കണം കൊട്ട എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ എന്താണ് ഈ നടക്കുന്ന സംഭവം എന്നുള്ളത് രാത്രി ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ദേവന്മാരുടെ ന്യായം വിധിക്കുന്നത് അവൻ ദേവന്മാരെ ന്യായം വിധിക്കുന്നതിൻ്റെ അർത്ഥം അതല്ല. തെറ്റ് ചെയ്തവരെ ദൈവം അവിടെ നിൽക്കാനും പറ്റത്തില്ല, അവരെ അവിടെ തള്ളിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ന്യായം വിധിക്കാന്ന് പറഞ്ഞപ്പോൾ യോബിൻ്റെ ന്യായമായിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് നീതിമാനായിരിക്കുന്ന യോബിനെ അന്യായം പറഞ്ഞുകൊണ്ട് അപവാദം പറഞ്ഞ സാത്താനോട് ചെന്നപ്പോൾ ദൈവം ന്യായം വിധിച്ചു. ന്യായം വിധിച്ച് പറഞ്ഞു, കാര്യം ചെയ്യ്, നിന്നെ എൻ്റെ കൈവിട്ട് തന്നേക്കാം, നീ പരിശോധിച്ചോളാൻ പറഞ്ഞു. പക്ഷേ അവൻ പരാജയപ്പെട്ടു. അത് തന്നെയാണ് ന്യായം വിധിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നൽകുന്നു, എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ദേവന്മാരെന്നും അകന്നുവെന്നും നിങ്ങളൊക്കെയും അത്യുന്നത പുത്രന്മാരെന്നും പറഞ്ഞു, എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും, പ്രഭുക്കന്മാർ ഒരുത്തനെ പോലെ പട്ടുപോകും. ദൈവം എഴുന്നേറ്റ്, ഇപ്പോൾ ഇവിടെ പറയുമ്പോൾ
ഈ മനുഷ്യരെപ്പോലെ മരിക്കും, ദൂതന്മാർ മരിക്കുമോ എന്നുള്ള ഒരു ചിന്ത ഇവിടെ വരുമ്പോൾ, നിങ്ങൾ മനുഷ്യരെപ്പോലെ മരിക്കുമെന്നതിൻ്റെ അർത്ഥം, പ്രഭുക്കന്മാർ പട്ടുപോകുന്നതിൻ്റെ അർത്ഥം, ഈ പാപം ചെയ്ത ദൂതന്മാർ, ദൂതന്മാർ അവർക്ക് ജഡമരണമില്ല, മനുഷ്യരെ പോലെ നിത്യമരണത്തിലകപ്പെട്ടു പോകും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കുമെന്നതിൻ്റെ അർത്ഥം അതാണ്. ജഡമരണമില്ല, എന്നാൽ അവർക്ക് നിത്യമായ മരണമുണ്ട്. പാപം ചെയ്തു കഴിഞ്ഞാൽ നിത്യമരണമുണ്ടെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ജാതിയുടെ ദേവന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യിരെമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 10-ാം വാക്യമാണ്. ജാതിയുടെ ദേവന്മാരെ കുറിച്ച് വായിക്കുക. യിരെമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തി. യിരെമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. അപ്പോൾ ജാതികളുടെ ദേവന്മാരുണ്ട്, യഥാർത്ഥത്തിൽ ദേവന്മാരുണ്ട്, തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോഴും ദേവസഭയുണ്ട്, അവിടെ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്നവരുണ്ട്. അവരുടെ ഇടയിൽ അന്യായം ബോധിപ്പിച്ചുകൊണ്ട് ചെല്ലുന്ന അന്യായത്തിന് ശക്തിയായിരിക്കുന്ന സാത്താനും അവിടെ ചെല്ലുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ദൈവങ്ങളുടെ തെളിവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യിരെമ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരമാണ്. ഒരു ജാതി തൻ്റെ ദേവന്മാരെ മാറ്റിയിട്ടുണ്ടോ? അവർ ദേവന്മാരല്ലതാൻ. എന്നാൽ എൻ്റെ ജനം തൻ്റെ മഹത്വമായവനെ പ്രയോജനമില്ലാത്തതിന് പകരം മാറ്റിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർ ദേവന്മാരല്ല എന്ന് ആണ് പറയുന്നത്. അതിൻ്റെ 28-ാം വാക്യം, നീ ഉണ്ടാക്കിയിട്ടുള്ള നിന്റെ ദേവന്മാർ എവിടെ? കഷ്ടകാലത്ത് നിന്നെ രക്ഷിപ്പാൻ അവർ കഴിവുണ്ടെങ്കിൽ അവർ എഴുന്നേൽക്കട്ടെ എന്നാണ് പറയുന്നത്. ഇവര് ഈ ദേവന്മാർ, ജാതികൾ കൊണ്ടു നടക്കുന്ന ദേവന്മാർ, അവര് ആരാകുന്നു എന്നുള്ളത് രാത്രി ഞാൻ സംസാരിച്ച് ഈ സന്ദേശം അവസാനിപ്പിക്കാം. നമുക്ക് ദേവന്മാർ എന്നുള്ള ദൈവത്തിനുള്ള പാടുകൾ ലഭിക്കുന്ന ദൂതന്മാർ ഇന്നുമുണ്ട്, ദേവസന്നിധിയിലുണ്ട്. അത് ദൈവത്തെ സ്തുതിപ്പീരെന്ന് പറഞ്ഞുകൊണ്ട് ദേവന്മാരുടെ സഭയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ആരാധനയും ഇന്നും നടക്കുന്നുണ്ട്. അവിടെ അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് ഈ ദേവന്മാരായിരിക്കുന്ന ജാതികളുടെ ദേവന്മാർ അത് പ്രതിബിംബങ്ങളായി മാറിയത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ, നോഹയുടെ കാലഘട്ടത്തിൽ സാത്താൻ ചെയ്ത കാര്യം ദൈവത്തിൻ്റെ പുത്രന്മാരെ വശീകരിച്ചിട്ട് മനുഷ്യരാക്കി മാറ്റി. പാപം ചെയ്ത് ദൈവസന്നിധി വിട്ടുപോന്നപ്പോൾ മനുഷ്യരായി മാറി അവര് ഭൂമിയിൽ വന്ന് മനുഷ്യ സ്ത്രീകളുമായി ഉള്ള ജീവിതം ആരംഭിക്കുകയും അവിടെ നിന്ന് തലമുറ ഉണ്ടായപ്പോൾ അവർ അമാനുഷ്യരായിരിക്കും തലമുറ ഉണ്ടായി. അവരാണ് പിൽക്കാലത്ത് അമാനുഷ്യരായിരിക്കും തലമുറ വർദ്ധിച്ചു വന്നപ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയാണ് ദൈവം നോക്കിൽ ശ്വാസമുള്ളതിനെല്ലാം കൊന്നുകളഞ്ഞപ്പോൾ അന്ന് വിവിധ അമാനുഷ്യരായിരിക്കുന്ന 10 കൈയും 5 കാലും ഞങ്ങൾ വിവിധങ്ങളായിരിക്കുന്ന രൂപങ്ങൾ ജീവിതങ്ങൾ ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് അവർ കീർത്തിപ്പെട്ട പുരുഷന്മാരായിരുന്നു പറയുന്നത്. അങ്ങനെ ആണുങ്ങളും പെൺമങ്ങളും വളരെ മനുഷ്യരല്ലായിരുന്നു. അവര് ഒരു പ്രത്യേക ഒരു സങ്കര വർഗത്തിൽപ്പെട്ട ജീവിതങ്ങളായിരുന്നു. അവർ മരിച്ചപ്പോൾ അവരുടെ ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞ് ഭൂമി നടക്കുന്നതാണ് ഭൂതാത്മാക്കളായി മാറിയത്. അപ്പോൾ ആ മരിച്ചുപോയവരുടെ ആ രൂപങ്ങളാണ് പിന്നീട് പ്രതിബിംബങ്ങളായി ജാതികളുടെ ദേവന്മാരായി ലോകത്തിൽ കാണപ്പെടുവാനായി തീർന്നത്. എന്നാൽ കഥ പറഞ്ഞു, ദൈവത്തിന് പാട് ലഭിച്ചിട്ടുള്ളവർ അവരിന്നുമുണ്ട്. അവര് ദൈവത്തിൻ്റെ സഭയിൽ നിൽക്കുന്നു. ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പറയുന്ന ദേവന്മാരാകുന്നു. അവർ ദൈവത്തിന് അരുളപ്പാട് ലഭിച്ചവരാണ്. അവരെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നുവെങ്കിൽ ദൈവം തൻ്റെ പുത്രനെ വിശുദ്ധീകരിച്ച് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അത് ഏകവചനത്തെ പറയിക്കുന്നത്. നിങ്ങൾ അതിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നാണ് ദൈവം ചോദിച്ചത്. അപ്പോൾ ദേവന്മാരും ജാതികളുടെ ദേവന്മാരും അവരെങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു. സമയം പോയതുകൊണ്ട് രാത്രി ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദോഷം പറയുന്നു എന്ന് പിതാവ് വിശദീകരിച്ച് ലോകത്തിലയച്ചനോട് നിങ്ങൾ പറയുന്നുവോ? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ, അപ്പോൾ പിതാവ് വിശദീകരിച്ച് ലോകത്തെ അയച്ചതിൻ്റെ അർത്ഥം യേശു അശുദ്ധനാണെന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. പിതാവ് തന്നെ തൻ്റെ പുത്രനെ വിശദീകരിച്ച് അയച്ചല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യേശു മനുഷ്യനായിരുന്നു, സൃഷ്ടിയായിരുന്നു. അതുകൊണ്ട് പിതാവാൻ ദൈവം അവനെ ശുദ്ധീകരിച്ച് അയച്ചു എന്നതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, അവനെ സെപ്പറേറ്റ് ചെയ്ത് അവനെ ഇതിനു വേണ്ടി നിയോഗിച്ചു എന്നാണ്
അർത്ഥമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇരിമ്യാവിനോട് പറഞ്ഞിരിക്കുന്നത്, ഇരിമ്യാവിനെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവം ഇത് വിശദീകരിച്ചു എന്ന് പറഞ്ഞാൽ അവനെ വേർതിരിച്ചെന്നാണ്. ഗർഭത്തിൽ വെച്ച് അവനെ വേർതിരിപ്പാനിടയായിത്തീർന്നു. അല്ലാതെ ഇരിമ്യാവിനെ ഗർഭത്തിൽ വെച്ച് വിശദീകരിച്ചതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. ഇവിടെ പിതാവാം ദൈവം തൻ്റെ പുത്രനെ വിശുദ്ധീകരിച്ച് ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളത് ഒരിക്കലും തെറ്റായി ചിന്തിക്കരുത്. യേശുവിൽ പാവമുണ്ടായിരുന്നു, ആ പാവം പിതാവാം ദൈവം നീക്കിയിട്ടാണ് പുത്രനെ വിട്ടെന്നല്ല. യേശു സൃഷ്ടിതാവാം ദൈവമാണ്, യേശു സാക്ഷാൽ ദൈവമാണ്. അവനിൽ പാപമില്ല, അവനിൽ യാതൊരു വിധമായ തെറ്റുമില്ല. അവനെ അങ്ങനെ വിശുദ്ധീകരിച്ചെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എത്രയാണ്? അവനെ വേർതിരിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എബ്രായത്തിൽ പറയുന്നത്, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനല്ലോ പിതാവ്. അപ്പോൾ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് നിയോഗിച്ചയച്ചത് നാം വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടിയാണ്. ഇന്ന് രാത്രി കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം കർത്താവേ, അങ്ങയെ സ്നേഹിപ്പാൻ, അങ്ങയെ ആഴമായി സ്നേഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായ ദൈവത്തോട് പറയാം. അതെ, ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് വിശുദ്ധീകരിച്ചത്, അഥവാ അവനെ നിയോഗിച്ചയച്ചത് നാം വിശുദ്ധീകരണം പ്രാപിച്ച് അവൻ്റെ മക്കളായി തീരുവാൻ വേണ്ടിയാണ്, അവനോട് സദസ്യന്മാരായി തീരുവാൻ വേണ്ടിയാണ്. യേശു സാക്ഷാൽ ദൈവമെന്ന് വെളിപ്പെടുത്തുവാനേ തീർന്നു. അവൻ്റെ ആടുകളിൽ പെടുന്നവർക്ക് അവൻ നിത്യജീവനെ കൊടുക്കുന്നു. അവർ ഒരു നാളും നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. എല്ലാറ്റിലും ഉപരി കഥ പറയുകയാണ്, അതെ, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന്, എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന്, അഥവാ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാനും ആർക്കും കഴിയുകയില്ല. രാത്രി ദൈവസന്നിധിയിൽ കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതെ, ദൈവം നമുക്ക് നിത്യജീവനായി സ്തോത്രം ചെയ്യാം. നാം ഒരു നാളും നശിച്ചു പോകാനുള്ളവരല്ല, നമ്മുടെ കുടുംബം നശിച്ചു പോകാനുള്ളവരല്ല. അതെ, ദൈവം നമ്മളെ വിളിച്ച് രക്ഷിക്കപ്പെടുവാൻ വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടിയാ, അതെ, നിത്യതയിൽ എത്തിച്ചേരുവാൻ വേണ്ടിയാ. അവൻ്റെ കൂട്ടത്തിൽ ആയിത്തീർന്ന ആ ദൈവസ്നേഹത്തിനായി നന്ദി പറയാം. നമ്മെ പിടിച്ചു പറിപ്പാൻ പരിശ്രമിച്ചാൽ സാത്താനെ നിനക്ക് കഴിയത്തില്ല, കാരണം അവൻ്റെ കുള്ളൻ കയ്യിൽ ഞങ്ങളെ വരച്ചിരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം വെച്ചാൽ വരുന്ന ആഴ്ചയിൽ ഈ വർഷത്തിൻ്റെ അവസാന ബൈബിൾ ക്ലാസ്സിൽ നടത്തുവാൻ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ ആഗ്രഹിക്കുന്നു. സാഹചര്യങ്ങൾ ദൈവം അനുവദിച്ചാൽ അത് കൊണ്ടുവരുവാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവ് നമ്മെ അതല്ല, കർത്താവ് വരികയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് അവൻ്റെ കൂട്ടത്തിലുള്ള ആളുകളായി അവനോട് കൂടെ നിത്യതയിൽ എത്തിച്ചേരുവാൻ അവൻ നമുക്ക് ഒരുക്കിയിരിക്കുന്ന സിംഹാസനത്തെത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ നമ്മെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. അവൻ പലരും ശ്രമിച്ചു നോക്കാറുണ്ട്, പലതും ചെയ്തു നോക്കാറുണ്ട്, പക്ഷേ നാം നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നമ്മുടെ തലയിൽ മുടി വീണാൽ അതുപോലെ കാണുന്ന കർത്താവ് ഇന്ന് രാത്രിയിൽ പറയുക, നിത്യജീവനെ ദൈവം തന്നിട്ടുണ്ട്, നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നമ്മെ ആർക്കും പിടിച്ചു പറിപ്പാൻ കഴിയത്ത നമ്മുടെ തലമുറകൾ, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് സുരക്ഷിതമായി അവൻ്റെ ഉള്ളം കയ്യിൽ വഹിക്കുന്നതിനായി, പിതാവാം ദൈവം വഹിക്കുന്നതിനായി, പരിശുദ്ധമായ ദൈവം സംരക്ഷിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. യേശു സാക്ഷാൽ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവം സാക്ഷാൽ ദൈവമാണ്, പിതാവ് ദൈവം സാക്ഷാൽ ദൈവമാണ്. അവർ ഒന്ന് തന്നെയാണ്. അവർ ഒന്നാണെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നുണ്ട്. യേശു വലിയവനാണ്, സകലിലും വലിയവനാണ്. അതുപോലെ പിതാവാൻ ദൈവം വലിയവനാണ്, പരിശുദ്ധാത്മാവാൻ ദൈവം വലിയവനാണ്. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം നമ്മെ വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തുകൊണ്ട് നാം ചെറിയവരല്ല, നശിച്ചു പോകാനുള്ളവരല്ല, നിത്യജീവനോഹരിക്കാരായി തീർന്നുകൊണ്ട് ധാരാളമായി പ്രാപിച്ച് ദിവസങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ വരവിന് ഒരുക്കപ്പെടാം. അവൻ്റെ കൂട്ടത്തിൽ എന്നുമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സന്ദേശം കൈമാറുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.